Hi, good evening everyone. Hi dear JEE aspirants. നമ്മൾ phase 1 കംപ്ലീറ്റ് ചെയ്തു. phase 2ലേക്കുള്ള പരിശ്രമത്തിലാണ്. പല കുട്ടികൾക്കും വിചാരിച്ച രീതിയിലുള്ള ഒരു പല കുട്ടികളും വിചാരിച്ചതിനേക്കാൾ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. പല കുട്ടികളും വളരെ സാറ്റിസ്ഫൈഡ് ആണ്, ഹാപ്പിയാണ്. എന്നാൽ ചില കുട്ടികൾക്ക് അൺഫോർച്ചുനേറ്റ്ലി അവർ എക്സ്പെക്ട് ചെയ്ത രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചില്ല. നോ പ്രോബ്ലം. phase 1 എന്തോ ആയിക്കോട്ടെ, phase 1 വളരെ മാർക്ക് പെർസെൻറ്റൈൽ കുറഞ്ഞ കുട്ടികൾ phase 2 99%, എബോവ് 95% സ്കോർ ചെയ്ത ചരിത്രമുണ്ട്. നമ്മുടെ സൈലം സ്റ്റുഡൻസിൽ തന്നെ നമുക്ക് എക്സാമ്പിൾ പറയാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒട്ടുമേ ഡിസപ്പോയിൻറ്റഡ് ആവേണ്ടതില്ല. നമുക്ക് അങ്ങനെ വിചാരിച്ച സ്കോർ കിട്ടാത്ത ആളുകൾ ഒട്ടും നിരാശപ്പെടേണ്ടതില്ല. നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. അതിൻ്റെ ഭാഗമായി സൈലം JEE ചാനൽ, ജീനിയസ് ചാനൽ നടത്തപ്പെടുന്ന 50 days ഫ്രീ ക്രാഷിൻ്റെ ഭാഗമായിട്ടുള്ള രണ്ടാമത്തെ ഫസ്റ്റ് ഫിസിക്സ് ക്ലാസ് ആണ്. യെസ്, മൂന്നാമത്തെ ക്ലാസ് ആണെന്ന് തോന്നുന്നു അല്ലേ. ഫസ്റ്റ് ഫിസിക്സ് ക്ലാസ് ആണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട്. ഗുഡ് ഈവനിങ് എവറി വൺ. സോ വളരെ പോസിറ്റീവായിട്ട് നല്ല രീതിയിൽ തന്നെ നല്ല മൈൻഡോട് കൂടി നമുക്ക് ക്രാഷ് സ്റ്റാർട്ട് ചെയ്യാം, ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ സിമ്പിൾ ചാപ്റ്റർ ആണ്. സോ എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. ഒന്ന് കമൻറ്റ് ബോക്സിൽ എല്ലാവരും ഒന്ന് പ്രസൻറ്റ് അറിയിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിനെ കുറിച്ച് പറയുമ്പോൾ ആക്ച്വലി ഈ ചാപ്റ്ററിന് തിയറി കാര്യമായിട്ടൊന്നുമില്ല. ഓക്കെ, ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയ കോൺസെപ്റ്റാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് നല്ല നല്ല ക്വസ്റ്റ്യൻസ് phase 1 ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ബേസിലും കൂടിയാണ് നമ്മൾ ഇതിലത്തെ ഈ ക്രാഷിൻ്റെ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ചാപ്റ്ററിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, മുബാറക് ഹായ്, ഈ ചാപ്റ്ററിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് 3 കാറ്റഗറിയിൽ നിന്നാണ് ഈ ചാപ്റ്ററിന് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. നിങ്ങൾ മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈൻ്റെ എല്ലാ പ്രീവിയസ് ഇയർ JEE ക്വസ്റ്റ്യൻ നോക്കിയാൽ ഞാൻ ഈ പറയുന്ന 3 കാറ്റഗറിയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഒന്ന്, ആക്സിലറേഷൻ 0 ആയ സിറ്റുവേഷൻസ് എന്ന് വെച്ചാൽ യൂണിഫോം മോഷൻ എന്ന് പറയാൻ പറ്റില്ല. ആക്സിലറേഷൻ 0 ആക്സിലറേഷൻ 0 യൂണിഫോം മോഷൻ. അങ്ങനെ യൂണിഫോം മോഷനിലുള്ള ആക്സിലറേഷൻ 0 ആയ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയ മോഷനിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അത് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്, ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്, ഈവൻ ഡിസ്പ്ലേസ്മെന്റ് പോലും കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് JEEക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആക്സിലറേഷൻ 0 ആകുന്ന സിറ്റുവേഷനാണ് ആദ്യത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ. അതിൽ ഗ്രാഫും ഉണ്ടാവാറുണ്ട്. ഗ്രാഫ് എല്ലാ ടൈപ്പ് മോഷനിലും ഗ്രാഫ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഗ്രാഫ് എല്ലാ ടൈപ്പിലും, ഞാൻ ഈ പറയുന്ന എല്ലാ ടൈപ്പിലും ഗ്രാഫ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. രണ്ടാമത്തെ ടൈപ്പ് ആക്സിലറേഷൻ ഈസ് എ നോൺ സീറോ കോൺസ്റ്റന്റ്. ആക്സിലറേഷൻ 0 അല്ല, ബട്ട് ഇറ്റ് ഇസ് എ കോൺസ്റ്റന്റ്. അവിടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാറ്? ആക്സിലറേഷൻ നോൺ സീറോ കോൺസ്റ്റന്റ് ആകുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാറ്? കൈനമാറ്റിക് ഇക്വേഷൻസ് ഓഫ് മോഷൻ V is equal to U plus AT, S is equal to UT plus half AT square, and V square is equal to U square plus 2AS, and one more equation that we have, S nth second displacement is equal to U plus A by 2 2n minus 1. ഓക്കെ, പിന്നെ ഇതിന് പല സബ് ഡിവിഷൻസുകളുണ്ട്. ഇതിലൊക്കെ ഗ്രാഫ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഈ ടൈപ്പ് മോഷൻ്റെ ഒക്കെ, അതായത് ആക്സിലറേഷൻ നോൺ സീറോ കോൺസ്റ്റന്റ് ആവുന്ന പല സിറ്റുവേഷനിലുള്ള ഗ്രാഫ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. സോ ഗ്രാഫിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ആൻഡ് മൂന്നാമത്തെ ടൈപ്പാണ് കാൽക്കുലസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ. അതായത് വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഗിവൺ ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം, ഓർ ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഗിവൺ ആസ് എ ഫംഗ്ഷൻ ഓഫ് വെലോസിറ്റി. Velocity is given as a function of time, or velocity is given as a function of position. Acceleration is given as a function of time. Acceleration is given as a function of velocity. Acceleration is given as a function of position. ഇങ്ങനെയൊക്കെ മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് കാൽക്കുലസ് ബേസ്ഡ് ക്വസ്റ്റൻ ആണ്. അതായത് നമ്മൾ ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനും ഒക്കെ ഐ ആം എ ന്യൂ സ്റ്റുഡൻറ്റ്, നോ പ്രോബ്ലം. നമുക്ക് ബേസ് മുതലേ പറഞ്ഞ് പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം. സോ ആക്സിലറേഷൻ ഒരു ഫംഗ്ഷൻ ആയിട്ട് തരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ആക്സിലറേഷൻ, വെലോസിറ്റി, ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ ഫംഗ്ഷൻ ആയിട്ട് തരുന്നത്. അവിടെ നമ്മൾ കാൽക്കുലസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഒരു JEE ആസ്പിരന്റിനെ സംബന്ധിച്ചിടത്തോളം മാത്സ് പഠിക്കുന്ന കുട്ടികളാണ്. നിങ്ങൾക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള വിഷയമല്ല. കാൽക്കുലസ് ഉപയോഗിക്കുക എന്ന് പറയുന്നത്, ഫിസിക്സിലെ കാൽക്കുലസ് എന്ന് പറയുന്നത് മാത്സിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. വേണ്ട എല്ലാ കോൺസെപ്റ്റും ഇൻക്ലൂഡഡ് ആയ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ലെറ്റ് us start. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. നിങ്ങൾ ഏത് കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടാണ്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യപ്പെട്ടത് എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് നോക്കാം. സി, എ പാർട്ടിക്കിൾ മൂവിങ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ കവർ half of the distance with a speed of 3 meter per second. The other half distance cover with a 2 equal time interval with a speed of 4.5 meter per second as well as
7.5 meter per second respectively. Average speed of the particle during the motion. ഒരുപാട് തവണ നമ്മൾ പ്രാക്ടീസ് ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആണത്. ഇതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കൂ, അവിടെ ഒരു ടോട്ടൽ ജേണിയുടെ ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ്, പകുതി ഡിസ്റ്റൻസ് ഇസ് ട്രാവലിംഗ്. പകുതി ഡിസ്റ്റൻസ് പറയുമ്പോൾ ലെറ്റ് us say d/2, ടോട്ടൽ ഡിസ്റ്റൻസ് d എടുക്കുകയാണെങ്കിൽ അത് 3 meter per second സ്പീഡിലാണ് പോകുന്നത്. ബാക്കി പകുതി ഡിസ്റ്റൻസ് അതായത് മൊത്തം ഡിസ്റ്റൻസ് d ആണെങ്കിൽ ഹാഫ് ഓഫ് ദ പോർഷൻ ഇസ് ട്രാവലിംഗ് വിത്ത് വെലോസിറ്റി 3 meter per second ആൻഡ് അതർ റിമൈനിങ് ഹാഫ് ഇസ് ട്രാവലിംഗ് വിത്ത് 2 velocity in equal interval of time. That means, suppose remaining half travel ചെയ്യാൻ എടുക്കുന്ന സമയം t ആണെങ്കിൽ, which means t times required to travel the remaining half of the distance, and ആ ടൈം ഉണ്ടാവുമല്ലോ, ആ ടൈമിൻ്റെ ഹാഫ് പാർട്ട് ട്രാവലിംഗ് വിത്ത് സ്പീഡ് ഓഫ്, അതായത് ഒരു t/2 ടൈമിൽ വിത്ത് സ്പീഡ് ഓഫ് 4.5 ആൻഡ് അതർ വിത്ത് എ സ്പീഡ് ഓഫ് 7.5. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഹാഫ് ടൈം ഇൻ്റർവെല്ലിൽ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാം. ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ, അതായത് ടി ടൈമിലും v1 v2 വെലോസിറ്റി ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് v1 + v2/2 ആണെന്ന്. 3 ടൈമുകൾ ഈക്വൽ ടൈം ഇൻ്റർവെല്ലുകളിൽ ട്രാവൽ ചെയ്യുന്ന സ്പീഡ് v1 v2 v3 ആണെങ്കിൽ v1 + v2 + v3 /3 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 4.5 + 7.5 /2, അപ്പോൾ നമുക്ക് 12/2 6 meter per second കിട്ടും. ഇനി നമുക്ക് എന്ത് യൂസ് ചെയ്യാം? പകുതി ദൂരം വിത്ത് എ സ്പീഡ് ഓഫ് 3 ആൻഡ് ബാക്കി പകുതി ദൂരം വിത്ത് സ്പീഡ് 6. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്തായിരുന്നു? 2v1 v2 / v1 + v2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 6 × 3 / 6 + 3 ദാറ്റ് ഈസ് 9. 9ഉം 3ഉം കട്ട് ചെയ്താൽ നമുക്കിവിടെ 3 വരും. 3ഉം 6ഉം കട്ട് ചെയ്താൽ 2 വരും. 2 × 2 ദാറ്റ് ഈസ് 4 meter per second. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. വെരി ഗുഡ്. സാർ Jasna, hi Jasna. So option 1 is the right answer. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. If a car cover 2/5 of the total distance with a speed v1 and 3/5 of the distance with a speed v2, then the average speed is. നോക്കൂ, നമുക്ക് ബേസിക്കലി അറിയാം ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ്. ഇവിടെ ഇത്തരം ചോദ്യങ്ങളിൽ ടൈമിനെ കുറിച്ച് പറയൂല. ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്റ്റൻസ് നമ്മൾ എസ് എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. രണ്ട് വെലോസിറ്റി ഉണ്ട് അവിടെ. 2/5 ട്രാവൽ ചെയ്യാൻ 2/5 ഓഫ് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന വെലോസിറ്റി v1 ആണ്. ആൻഡ് ദ റിമൈനിങ് 3/5 ഓഫ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി v2 ആണ്. അപ്പോൾ അവിടെ 2 ടൈം ഉണ്ടാവും. ആൻഡ് വി നോ ദാറ്റ് ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി. സോ ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് എസ് എന്ന് എഴുതുകയാണെങ്കിൽ രണ്ട് ടൈം ഇൻ്റർവെൽ ഉണ്ടല്ലോ. t1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി. എത്ര ഡിസ്റ്റൻസ്? 2/5 ഓഫ് ടോട്ടൽ ഡിസ്റ്റൻസ്. 2/5 ഓഫ് ടോട്ടൽ ഡിസ്റ്റൻസ് പറഞ്ഞാൽ 2/5 ഓഫ് എസ് വിത്ത് എ വെലോസിറ്റി v1 and plus 3/5 ഓഫ് ടോട്ടൽ ഡിസ്റ്റൻസ് വിത്ത് വെലോസിറ്റി v2. അപ്പോൾ അതിൽ നമുക്ക് എസ്സിനെ കോമൺ ആക്കി പുറത്തേക്ക് എടുത്ത് കട്ട് ചെയ്യാം. ദെൻ ബാക്കി വരിക 1 / 5 v1 plus 3 / 5 v2. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 1 / 10 v2 plus 15 v1 ഹോൾ ഡിവൈഡഡ് ബൈ 25 v1 v2. ഈ 25 v1 v2 മുകളിലേക്ക് പോകും. സോ 25 v1 v2 ഡിവൈഡഡ് ബൈ, അവിടെ നമുക്ക് 10ൽ നിന്ന് 5നെ കോമൺ ആക്കി പുറത്തേക്ക് എടുക്കാം. അപ്പോൾ അവിടെ 5 കോമൺ ആയിട്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ 2v2 + 3v1 ആണ് വരിക. നമുക്ക് 3v1 + 2v2 എന്ന് എഴുതാം, കാരണം ആ രൂപത്തിലാണ് ഓപ്ഷൻസ് ഉള്ളത്. 5ഉം 25ഉം കട്ടാവും. സോ യു വിൽ ഗെറ്റ് 5v1 v2 ഡിവൈഡഡ് ബൈ 3v1 + 2v2. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ മക്കളെ? 99% 2.0 ഉണ്ടാവുമോ? മിഷൻ 99% കംപ്ലീറ്റ് ക്ലാസ്സുകളും ഇപ്പോഴും നമ്മുടെ യൂട്യൂബിൽ ചാനലിൽ അവൈലബിൾ ആണ്. അതിൽ ക്ലാസ്സുകളുണ്ട്, ആപ്പിലും ക്ലാസ്സുകളുണ്ട്. അപ്പോൾ അതിൽ എക്സ്ട്രാ വരേണ്ടത് ഈ ജനുവരി ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. അതും ഓൾറെഡി റെക്കോർഡഡ് പോർഷൻ ലൈവ് ചെയ്തത് ഓൾറെഡി യൂട്യൂബിലുണ്ട്. റെക്കോർഡഡ് പോർഷനായിട്ട് വരും ദിവസങ്ങളിൽ അത് അപ്ലോഡ് ചെയ്യുന്നതാണ്. ദെൻ phase 2ലേക്ക് വേണ്ടി നമ്മൾ ഇൻറ്റൻസീവ്ലി തയ്യാറാക്കിയത് ഈ 50 days ക്രാഷ് ആണ്. സോ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക കേട്ടോ വില്യംസ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ഇപ്പം നമ്മൾ ചെയ്തത് ഈ 2 ക്വസ്റ്റ്യനിലും ആക്സിലറേഷൻ ഇല്ല. ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് നോക്കൂ, ആക്സിലറേഷൻ ഇല്ല. നമ്മുടെ ആവറേജ് സ്പീഡ്, ആവറേജ് വെലോസിറ്റി ചോദിക്കുന്നത്.
So there is no acceleration. ഇവിടെ നോക്ക് ആക്സിലറേഷൻ ഉണ്ടാകും. കാരണം ഇവിടെ ആക്സിലറേഷൻ ഉണ്ടാവാനുള്ളൊരു പോസിബിലിറ്റി. ഇവിടെ ഈ രണ്ട് കേസിൽ എന്തായാലും ആക്സിലറേഷൻ ഇല്ലെന്ന് ഉറപ്പാണ്. പക്ഷേ ഇവിടെ ആക്സിലറേഷൻ ഉണ്ടാവാം. കാരണം ഇവിടെ ദിസ് ഈസ് എ ഫംഗ്ഷൻ. അതായത് നമ്മൾ പറയുകയാണ് ദ റിലേഷൻ, ടൈമും പൊസിഷനും തമ്മിലുള്ള റിലേഷനാണത്. അപ്പോൾ നോക്കൂ, ഓരോ ടൈമിലും ആ പാർട്ടിക്കിൾ ഡിഫറെൻറ്റ് പൊസിഷനിലാണ്. അപ്പോൾ യു വിൽ ഗെറ്റ് ഡിഫറെൻറ്റ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം. ഓക്കെ, അവിടെ പൊസിഷനും ടൈമും ഫംഗ്ഷനായിട്ട് തന്നു. അപ്പോൾ യു ഹാവ് ടു യൂസ് കാൽക്കുലസ്. Then displacement of particle t time in meter. The displacement when the velocity of the particle is 0. അതായത് വെലോസിറ്റി 0 ആകുമ്പോൾ ഉള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഫംഗ്ഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഒരു റിലേഷൻ ഉണ്ടാക്കി എടുക്കണം. അതിന് നമ്മൾ ഈ 6 ആദ്യം ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് 3t മൈനസ് 6 is equal to √3x എന്ന് കിട്ടും. രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യാം. അപ്പോൾ ഇവിടെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 9t² മൈനസ് 2ab. അപ്പോൾ 2ab എന്ന് പറയുമ്പോൾ 2 × 3 6 വരും. 6 × 6 36t 2ab പ്ലസ് b² 36. ദാറ്റ് ഈസ് ബി എന്ന് പറയുമ്പോൾ 6 36. ദാറ്റ് ഈസ് ഈക്വൽ ടു അവിടെ 3x വരും. ഇനി ആ 3 അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാ ടേമിനെയും 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ 3t² മൈനസ് 12t മൈനസ് 12 is equal to x എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് പൊസിഷൻ്റെ ഒരു പൊസിഷൻ നമുക്കൊരു ഫംഗ്ഷനായിട്ട് കിട്ടി. സോറി, മൈനസ് അല്ല, ഇവിടെ പ്ലസ് അല്ല വരാം. അപ്പോൾ നമുക്ക് പൊസിഷൻ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സോ എക്സിനെ പൊസിഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വിത്ത് റെസ്പെക്ട് ടു ടൈം dx/dt ഈസ് ഈക്വൽ ടു വെലോസിറ്റി. ശരിയല്ലേ? അപ്പോൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് വെലോസിറ്റി. സോ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 6t മൈനസ് 12 പ്ലസ് 12 ഒരു കോൺസ്റ്റന്റ് ആണ്, ഡിഫറൻഷിയേറ്റ് 0 ആയി പോകും. ഇനി നമുക്ക് വേണ്ടത് വെലോസിറ്റി അല്ല, ആക്ച്വലി ദ ഡിസ്പ്ലേസ്മെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എപ്പോൾ? വെൻ വെലോസിറ്റി 0. വെലോസിറ്റി 0 ആകുമ്പോൾ ഉള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വെലോസിറ്റി ഏത് സമയത്താണ് 0 ആവുക എന്ന് കണ്ടുപിടിക്കണം. അതിനാണ് നമ്മൾ വെലോസിറ്റിയുടെ ഫംഗ്ഷൻ ഉണ്ടാക്കി വെച്ചത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? വെലോസിറ്റി 0 ആകുമ്പോൾ ഉള്ള ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ വെലോസിറ്റി 0 ആകുമ്പോൾ ഉള്ള ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ വെലോസിറ്റി 0 ആകുന്നത് ഏത് ഇൻസ്റ്റന്റിലാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ വെലോസിറ്റി 0 ആവുന്ന ഇൻസ്റ്റന്റ് കണ്ടുപിടിക്കാൻ വെലോസിറ്റിക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 0 ഈസ് ഈക്വൽ ടു 60 മൈനസ് 12. മൈനസ് 12 ഇപ്പോൾ വരുമ്പോൾ പ്ലസ് 12 ആവും. 12 ഈസ് ഈക്വൽ ടു 60. അപ്പോൾ വെലോസിറ്റി 0 ആവുന്ന ഇൻസ്റ്റന്റ് എന്ന് പറയുന്നത് 12ഉം 6ഉം കട്ട് ചെയ്താൽ 2 സെക്കൻഡ് ആണ്. സോ 2 സെക്കൻഡ് ആണ് വെലോസിറ്റി 0 ആവുന്ന ഇൻസ്റ്റന്റ്. ഇനി നമുക്ക് ആ ഇൻസ്റ്റന്റിൽ ഡിസ്പ്ലേസ്മെന്റ് എത്ര നോക്കാം. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റിന്റെ ഫംഗ്ഷൻ നമ്മൾ ഉണ്ടാക്കി വെച്ചത് 3t² മൈനസ് 12t പ്ലസ് 12. ദാറ്റ് ഈസ് 3 × t² is 4 മൈനസ് 12 × 2 പ്ലസ് 12. സോ 12 മൈനസ് 24 പ്ലസ് 12. So that is minus 12 plus 12, that is equal to 0. So displacement of the particle at the instant when velocity is 0 is 0. Displacement is 0 എന്ന് കിട്ടും. ശരിയല്ലേ? സൽമാൻ സാർ, CS ബ്രാഞ്ചിന് എത്ര പെർസെൻറ്റേജ് വേണം? അത്തരം ക്ലിനിക്കൽ ആയിട്ടുള്ള ഡാറ്റാസ് നിങ്ങൾ ക്ലാസ്സിൻ്റെ ഇടയിൽ ചോദിക്കരുത്. സോ ആ ഡാറ്റാസ് കിട്ടേണ്ട പ്ലാറ്റ്ഫോം ഇതല്ല. ഇവിടെ നമ്മൾ ഫിസിക്സിലെ ഈ 50 days ക്രാഷിലെ ക്വസ്റ്റ്യൻ ഡിസ്കഷനും കണ്ടന്റും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുക. സോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുക. അല്ലാതെ CS എത്ര പെർസെൻറ്റേജ് വേണമെന്ന് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞു തരാൻ അറിഞ്ഞുകൂടാ. കാരണം ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട് അതിന്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. Acceleration of the particle is increasing linearly with time as bt. നോക്കൂ, അവിടെ ആക്സിലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് ഇൻക്രീസിങ് ലീനിയർലി വിത്ത് ടൈം. ആ സെന്റൻസിൻ്റെ മീനിങ് നിങ്ങൾ നോക്കൂ. ആക്സിലറേഷൻ ഈസ് ഇൻക്രീസിങ് ലീനിയർലി വിത്ത് ടൈം എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ബി ടി. അപ്പോൾ നോക്കൂ, ഒന്നാമത്തെ സെക്കൻഡിലെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ടിക്ക് 1 കൊടുക്കുക. അപ്പോൾ ആക്സിലറേഷൻ ഫസ്റ്റ് സെക്കൻഡിൽ ആക്സിലറേഷൻ ബി എന്ന് കിട്ടും. ആ ബി ഒരു കോൺസ്റ്റന്റ് ഒരു നമ്പറോ ആയിരിക്കാം. രണ്ടാമത്തെ സെക്കൻഡിൽ ആക്സിലറേഷൻ ടിക്ക് 2 കൊടുക്കുക. അപ്പോൾ 2b എന്ന് കിട്ടും. മൂന്നാമത്തെ സെക്കൻഡിൽ ആക്സിലറേഷൻ 3b. ദാറ്റ് മീൻസ് ആക്സിലറേഷൻ ഈസ് ഇൻക്രീസിങ് വിത്ത് റെസ്പെക്ട് ടു ടൈം. That is why we can say that acceleration is given as a function of time. So acceleration is not a constant. It is varying linearly with the time. In accordance with the time, with the relation a is equal to bt, this is called acceleration is given as a function of time. This is what acceleration is given as a function of time. Now from this data we want to find
the distance traveled by the particle in t time will be. We want to find the relation between distance and time. Distance as a function of time. അതിന് മുന്നേ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ദ പാർട്ടിക്കിൾ സ്റ്റാർട്ടിങ് ഫ്രം ഒറിജിൻ എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്, വിത്ത് ആൻ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് v0. സോ പാർട്ടിക്കിൾ ഒരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട് v0. അപ്പോൾ പാർട്ടിക്കിൾ ഹാവ് എൻ ഇനീഷ്യൽ വെലോസിറ്റി v0 ആൻഡ് ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെന്റ്, ഇനീഷ്യൽ പൊസിഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഇസ് 0. സോ ദർ ഇസ് നോ ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെന്റ് ഓർ ഇനീഷ്യൽ പൊസിഷൻ ഇസ് അറ്റ് ഒറിജിൻ ആൻഡ് ഇനീഷ്യൽ വെലോസിറ്റി ഈസ് v0. അപ്പോൾ നമ്മൾ ആക്സിലറേഷൻ കിട്ടി, അതിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടൈം ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വെലോസിറ്റി കിട്ടും. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ബി ടി ഡി ടി. അപ്പോൾ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ബി ടി ഡി ടിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ഡി ടിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ t⁻² എന്ന് വരും. യു വിൽ ഗെറ്റ് എ വെലോസിറ്റി. ഇത് ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്ന വെലോസിറ്റി. ദാറ്റ് മീൻസ് വെലോസിറ്റി ഈസ് ഗിവൺ ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. പക്ഷെ അവിടെ ഒരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്. ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് ഇനീഷ്യലി അതിനൊരു വെലോസിറ്റി ഉണ്ട് v0 ആണ്. അപ്പോൾ ഇത് ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ടൈം 0 ആകുമ്പോഴുള്ള വെലോസിറ്റി. അപ്പോൾ ടൈം 0 ആകും, ഇനീഷ്യലി എന്ന് പറഞ്ഞാൽ ടൈം 0 ആകുമ്പോഴുള്ള വെലോസിറ്റിയാണ്. അപ്പോൾ ഇവിടെ ടൈമിന് 0 കൊടുത്താലും ആ പാർട്ടിക്കുലർ വെലോസിറ്റി ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ഇനീഷ്യൽ വെലോസിറ്റി. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ ഫംഗ്ഷൻ്റെ കൂടെ നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റിയും കൂടെ ആഡ് ചെയ്യണം എന്നർത്ഥം. അപ്പോൾ വെലോസിറ്റി കിട്ടി. ഇനി നമുക്ക് പൊസിഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടണം, ഡിസ്പ്ലേസ്മെൻറ്റ് ഓർ ഡിസ്റ്റൻസ് കിട്ടണം. ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ ഓഫ് വി ഡി ടി. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഇൻറ്റഗ്രൽ ഓഫ് വിക്ക് വരെ നമ്മൾ b t²/2 പ്ലസ് v0 എന്ന് കൊടുക്കും ഇൻറ്റു ഡി ടി. സോ bt² ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ bt³ × 3 6 വരും, പ്ലസ് v0 ഡി ടിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ അവിടെ t എന്ന് കിട്ടും. സോ യു വിൽ ഗെറ്റ് v0t പ്ലസ് 1/6 bt³. ദിസ് ഈസ് ദ പൊസിഷൻ. This is the distance traveled by the particle in t time. That is option 1/6 bt³. Option C is the right answer. Option C is the right answer. Yeah, third one is the right answer. Have you got the idea? Idea കിട്ടിയ മക്കളെ? ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ ഒന്ന് ട്രൈ ചെയ്യാം. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും മക്കളെ. An object is moving with a speed of 6.25 meter per second. Decelerated at a rate is given by dv/dt is equal to minus of 2.5 root v. V is instantaneous speed. Find the time taken by the object comes to rest. So dv/dt is nothing but acceleration. Here acceleration is given as a function of velocity. The object is decelerating, which means velocity of the particle is decreasing with respect to its velocity itself. അതായത് വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്ന ഫംഗ്ഷനിൽ ഇവിടെ ഒരു റൂട്ട് വി കണ്ട, അത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയാണ്. അപ്പോൾ ആ പാർട്ടിക്കിളിൻ്റെ ഒരു വെലോസിറ്റി ഇപ്പോൾ ഒരു 5-10 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ ഇവിടെ റൂട്ട് 10 ഇൻറ്റു 2.5 ചെയ്താൽ നിങ്ങൾക്ക് ആ സെക്കൻഡിലെ വെലോസിറ്റിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് കിട്ടും. ആ ഇൻസ്റ്റന്റിലെ വെലോസിറ്റിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് കിട്ടും. അപ്പോൾ വെലോസിറ്റിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ഇസ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് വെലോസിറ്റി. ഇനീഷ്യൽ ആഡ് ചെയ്തത് മനസ്സിലായില്ല. നോക്കൂ, ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി എന്താ? ഇനീഷ്യൽ പൊസിഷൻ എന്നൊക്കെ പറയുന്നത് ടൈം 0 ആകുമ്പോൾ ഉള്ള വാല്യൂവിനാണ് നമ്മൾ ഇനീഷ്യൽ വാല്യൂ എന്ന് പറയാം. ഇനീഷ്യലി എന്ന് പറയുമ്പോൾ തുടങ്ങുമ്പോൾ. അപ്പോൾ ഇനീഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് ടൈം 0 ആകുമ്പോൾ, അതായത് ആ പാർട്ടിക്കിൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് വെലോസിറ്റി ഉണ്ടെന്നാണ്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി ഇറ്റ് ഹാസ് സം ഇനീഷ്യൽ വെലോസിറ്റി. The particle start from origin with an initial velocity, which means സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, വിച്ച് മീൻസ് ടൈം 0 ആവുന്ന സമയത്ത് അതിനൊരു വെലോസിറ്റി ഉണ്ടെന്നാണ്. അപ്പം നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കിട്ടിയേക്കുന്ന ഈ വെലോസിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഫംഗ്ഷൻ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കിട്ടുമ്പോൾ അതിനോട് കൂടെ പ്ലസ് സി എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് ആഡ് ചെയ്യണം. ആ സി എന്ന് പറഞ്ഞ കോൺസ്റ്റന്റിൻ്റെ കോൺസെപ്റ്റാണത്. ഓക്കെ, അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അപ്പോൾ നമുക്ക് കിട്ടിയ വെലോസിറ്റി എന്ന് പറയുന്നത് ടൈമിനനുസരിച്ച് ടൈമിൻ്റെ ഒരു ഫംഗ്ഷനായിട്ട് നമുക്ക് വെലോസിറ്റി കിട്ടുന്നത്. ടൈം 1 സെക്കൻഡ് ആകുമ്പോഴുള്ള വെലോസിറ്റി എത്രയാണ്? ടൈം 2 സെക്കൻഡ് ആകുമ്പോഴുള്ള വെലോസിറ്റി എത്രയാണ്? ടൈം 3 സെക്കൻഡ് ആകുമ്പോഴുള്ള വെലോസിറ്റി എത്രയാണ്? അതാ കിട്ടുന്നത്. അതായത് ആക്സിലറേഷൻ അനുസരിച്ച് വെലോസിറ്റി കൂടി വരുമല്ലോ. അപ്പോൾ ഓരോ ഇൻസ്റ്റന്റിലും അതിൻ്റെ വെലോസിറ്റി മാറിയിട്ടുണ്ടാവും. ആ വെലോസിറ്റിയുടെ ഫംഗ്ഷൻ നമുക്ക് കിട്ടി. അപ്പോൾ നോക്കൂ, ടൈം 0 ആകുമ്പോൾ ഈ ഇക്വേഷൻ പ്രകാരം വെലോസിറ്റി 0 ആവും. പക്ഷേ ടൈം 0 ആകുമ്പോൾ അതിന് വെലോസിറ്റി ഉണ്ട്. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇനീഷ്യൽ വെലോസിറ്റി എന്ന് വിളിക്കുക. അപ്പോൾ നോക്കൂ, ടൈം 0 ആകുമ്പോഴും അതിനൊരു വെലോസിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്ന വെലോസിറ്റിയുടെ കൂടെ ഇനീഷ്യലി അതിനുള്ള വെലോസിറ്റിയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം.
അപ്പോൾ അതിന് ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കിട്ടിയ ആൻസറിൻ്റെ കൂടെ ഇനീഷ്യൽ വെലോസിറ്റി ആഡ് ചെയ്യണം. ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കിട്ടിയ ഈ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ കൂടെ നമ്മൾ ഒന്നും ആഡ് ചെയ്യാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ പാർട്ടിക്കിൾ സ്റ്റാർട്ടിങ് ഫ്രം ഒറിജിൻ ആണ്, അതിന് ഇനീഷ്യൽ പൊസിഷൻ ഇല്ല. മനസ്സിലായോ ജസ്ന? ഓക്കെ, ഇനി ക്വസ്റ്റിലേക്ക് വരാം. An object is moving with a speed of 6.25 meter per second. An object is moving with a speed of 6.25. അപ്പോൾ അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇനീഷ്യൽ വെലോസിറ്റി 6.25 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അത് ഡീസിലറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ സ്പീഡ് കുറഞ്ഞ് ഫൈനലി കംസ് ടു റെസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ വെലോസിറ്റി 0. അപ്പോൾ അതിൻ്റെ വെലോസിറ്റിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ ഒരു സ്മോൾ ഗ്യാപ്പ് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ടൈമാണ് നമുക്കൊരു ഫംഗ്ഷൻ ആയിട്ട് തന്നിരിക്കും. വി ഇസ് ദ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഫൈൻഡ് ദ ടൈം ടേക്കൺ ബൈ ദ ഒബ്ജക്റ്റ് കംസ് ടു റെസ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ നോക്കുക. ഡി വി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു -2.5 റൂട്ട് വിനെ വി റേസ് ടു 1/2 എഴുതാം. വി റേസ് ടു 1/2 അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം, ഡി ടിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? dv by v raised to 1/2 is equal to -2.5 into dt. ആ വിനെ മുകളിലേക്ക് കൊണ്ടുവന്നാൽ v raised to -1/2 is into dv that is equal to -2.5 into dt. ഇനി നമ്മൾ രണ്ട് സൈഡിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഇവിടെ വളരെ ചെറിയ ഗ്യാപ്പിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി, സ്മോൾ ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ് dv. ആ വെലോസിറ്റിയിലെ ചേഞ്ച് സംഭവിക്കാൻ എടുക്കുന്ന സമയമാണ് dt. നോക്കൂ, ഇവിടെ 6.25 സ്പീഡ്, ഫൈനൽ വെലോസിറ്റി 0 ആണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വെലോസിറ്റി കുറഞ്ഞു വരികയാണ്. ആ കുറയുന്നതിൻ്റെ ഇടയിലുള്ള ചെറിയൊരു ഗ്യാപ്പിലെ ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ് dv. ആ ചേഞ്ച് സംഭവിക്കാൻ എടുത്ത സമയമാണ് dt. അതാണ് ഇപ്പോൾ നമ്മുടെ LHSലും RHSലും ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഇവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് ഇനീഷ്യലി അതിൻ്റെ സ്പീഡ് എത്രയായിരുന്നു? 6.25. ഫൈനൽ സ്പീഡ് എത്ര? 0. ബിക്കോസ് അത് റെസ്റ്റിലായി, സ്റ്റോപ്പ് ചെയ്തു. ഇവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. 6.25 ആവുന്ന സമയത്ത് നമ്മൾ 0 എന്ന് എടുക്കുക. വെലോസിറ്റി 0 ആകുമ്പോഴുള്ള ടൈം t എന്ന് എടുക്കുക. അപ്പോൾ ഈ ടൈം എന്ന് പറയുന്നത് ആക്ച്വലി ആ വെലോസിറ്റി 6.25 നിന്ന് 0ലേക്ക് എത്താൻ എടുക്കുന്ന സമയമാണ്. അപ്പോൾ v raised to -1/2 ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? v raised to 1/2 divided by 1/2 that is equal to -2.5 into t. ഇനി അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും ഉണ്ട്. ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 6.25 അല്ല 6.25 അല്ലേ ലോവർ ലിമിറ്റ്? 6.25 0. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താൽ നമുക്ക് -2, ഈ 1/2 2 മുകളിലേക്ക് പോകും. റൂട്ട് അപ്പർ ലിമിറ്റ് 6.25 ദാറ്റ് ഈസ് ഈക്വൽ ടു -2.5 t. മൈനസും ക്യാൻസൽ ആവും. 6.25 625 എന്ന് പറഞ്ഞാൽ 25ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ 625ൻ്റെ റൂട്ട് 25 ആണ്. അപ്പോൾ 6.25ൻ്റെ റൂട്ട് എത്ര വരിക? 6.25ൻ്റെ റൂട്ട് എത്ര വരിക? 2.5. That is equal to 2.5 into t. 2.5 cancel out. So time is equal to 2 seconds. Option B is the right answer. Clear ആണോ മക്കളെ? ക്ലിയർ ആണോടാ? ക്ലിയർ ആണോ? ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ ഇറിഡോവ് ഫിസിക്സിൻ്റെ ഇറിഡോവ് ക്വസ്റ്റ്യൻ സീരീസിലെ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ മുമ്പ് കണ്ടതായിട്ട് പരിചയമുണ്ട് എങ്കിൽ, ചെയ്ത ആളുകളുണ്ട് എങ്കിൽ ഒന്ന് ആൻസർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ കാൽക്കുലസ് യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ കൂടെയും അതിന് കൃത്യമായൊരു സ്ക്രിപ്റ്റ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യനിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. സാധാരണ ഒരു കൈനമാറ്റിക്സിലെ ക്വസ്റ്റ്യനേക്കാൾ ഭംഗിയുള്ളത് ശരിക്കും കാൽക്കുലസ് യൂസ് ചെയ്യേണ്ട ഈ ഡിഫറൻഷിയേഷനും ഇൻറ്റഗ്രേഷനും ചെയ്യേണ്ടി വരുന്ന ആക്സിലറേഷനോ വെലോസിറ്റിയോ ഡിസ്പ്ലേസ്മെൻറ്റോ ഒക്കെ ഫംഗ്ഷനായിട്ട് തരുന്ന പ്രോബ്ലത്തിനാണ് സാധാരണ കോൺസ്റ്റന്റ് ആക്സിലറേഷനിൽ ട്രാവൽ ചെയ്യുന്ന ക്വസ്റ്റ്യനേക്കാൾ കൂടുതൽ ഭംഗിയിൽ നമുക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ പറ്റും. അത്തരത്തിലുള്ളൊരു ചോദ്യം അത്. ഓക്കെ, നോക്കാം നമ്മൾ. എ പോയിന്റ് മൂവ് റെക്റ്റിലീനിയർലി വിത്ത് എ ഡീസിലറേഷൻ whose modulus is depends on velocity of the particle is given A. So here it is, acceleration is given. Acceleration അല്ല, ആക്ച്വലി ഡീസിലറേഷൻ ആണ്. അതിൻ്റെ മോഡുലസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ മൈനസ് ഇടേണ്ട ആവശ്യമില്ല. ആൽഫ ഇൻറ്റു റൂട്ട് വി, ദാറ്റ് മീൻസ് ആക്സിലറേഷൻ ഇസ് ഡിപ്പെൻഡ്സ് അപ്പോൺ വെലോസിറ്റി. ക്ലിയർ? അത് തന്നിട്ടുണ്ട്. where alpha is a positive constant
at an initial moment the velocity of the particle is equal to v0. So object move ചെയ്യുന്ന സമയത്ത് initial velocity is v0. What is the distance will it travel before stops? What time will take to cover the distance? അപ്പോൾ നോക്കൂ, ഇത് ഇവിടുന്ന് v0 വെലോസിറ്റിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് മുന്നോട്ടേക്ക് പോകുന്നതിനനുസരിച്ച് അതിൻ്റെ സ്പീഡ് കുറയാണോ കൂടാണോ ചെയ്യുക? മുന്നോട്ടേക്ക് പോകുന്നതിനനുസരിച്ച് അതിൻ്റെ സ്പീഡ് കുറയാണോ കൂടാണോ ചെയ്യുക? ഒബ്വിയസ്ലി സ്പീഡ് കുറയുക ചെയ്യുക, ബിക്കോസ് അതൊരു ഡീസിലറേറ്റഡ് മോഷനാണ്, റിട്ടാർഡേഷൻ, വിച്ച് മീൻസ് വെലോസിറ്റി കുറയുക ചെയ്യുന്നത്. സോ അതിൻ്റെ ഫൈനൽ വെലോസിറ്റി 0, കാരണം അത് സ്റ്റോപ്പ് ആവണം. അപ്പോൾ അതിൻ്റെ ഫൈനൽ വെലോസിറ്റി 0 ആവും. ആ ഫൈനൽ വെലോസിറ്റി 0 ആവുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. ദാറ്റ് ഡിസ്റ്റൻസ് ഇസ് ആക്ച്വലി കോൾഡ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. ആ സ്റ്റോപ്പ് ചെയ്യാൻ എടുക്കുന്ന സമയം t. അപ്പോൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന് ഇക്വേഷൻ ഉണ്ടല്ലോ സാറേ എന്നൊരു പക്ഷേ നിങ്ങൾക്ക് തോന്നിയേക്കാം. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു u² ഡിവൈഡ് ബൈ 2a. ഈ a എന്ന് പറയുന്നത് ആക്സിലറേഷനാണ്. ഇവിടുത്തെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ആൽഫ ഇൻറ്റു വി ആണ്. ഓരോരോ വെലോസിറ്റിയിലും ഓരോരോ ആക്സിലറേഷനാണ്. അതായത് ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ കോൺസെപ്റ്റ് എന്താ? ആക്സിലറേഷൻ കുറയുന്നുണ്ട്, മീൻസ് റിട്ടാർഡേഷൻ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വെലോസിറ്റി കുറയുന്നുണ്ട്. വെലോസിറ്റി കുറയുന്നുണ്ട്. അതായത് ഒരു സെക്കൻഡിലെ വെലോസിറ്റി 2 വെച്ചിട്ടാണ് കുറയുന്നതെന്ന് വിചാരിച്ചു. ആദ്യം 10 ആയിരുന്നു, അടുത്ത സെക്കൻഡിൽ അത് 8 ആയാൽ അടുത്ത സെക്കൻഡിലും അത് 2 വെച്ചിട്ട് തന്നെ കുറയുക. അടുത്ത സെക്കൻഡിൽ അത് 6 ആവും, അതിൻ്റെ അടുത്ത സെക്കൻഡിൽ 4 ആവും, അതിൻ്റെ അടുത്ത സെക്കൻഡിൽ 2 ആവും. പക്ഷേ ഓരോ സെക്കൻഡിലും കുറയുന്ന വെലോസിറ്റിയുടെ വാല്യൂ സെയിം ആണ്. പക്ഷേ ഇവിടെ ആക്സിലറേഷൻ ഇറ്റ്സെൽഫ് ഇസ് വാരിയബിൾ. ആക്സിലറേഷൻ മാറുന്നുണ്ട്. അതായത് ആദ്യത്തെ സെക്കൻഡിൽ കുറയുന്ന വെലോസിറ്റി ഇപ്പോൾ 2 ആണെങ്കിൽ അടുത്ത സെക്കൻഡിൽ 2 ആയിരിക്കില്ല കുറയുക. ആക്സിലറേഷൻ ഇറ്റ്സെൽഫ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, ബിക്കോസ് ആക്സിലറേഷൻ ഫംഗ്ഷൻ ഓഫ് വെലോസിറ്റി. അപ്പോൾ അവിടെ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തത് ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആകുമ്പോഴേ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ കാൽക്കുലസ് യൂസ് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ആക്സിലറേഷനെ നമുക്ക് ഡി വി ബൈ ഡി ടി എന്ന് എഴുതാം. ഓർ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് എന്ന് എഴുതാം. ആക്സിലറേഷൻ ഇസ് ഈക്വൽ ഈ രണ്ട് രൂപത്തിൽ നമുക്ക് എഴുതാം. സോ ആദ്യം നമുക്ക് ടൈം കണ്ടുപിടിക്കാം, എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അപ്പോൾ ടൈം കണ്ടുപിടിക്കാൻ വേണ്ടി ആക്സിലറേഷൻ നമുക്ക് ഡി വി ബൈ ഡി ടി എന്ന് എഴുതാം. സോ ഡി വി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു വി റേസ് ടു 1/2. സോ ഡി വി ഡിവൈഡഡ് ബൈ വി റേസ് ടു 1/2 ഇസ് ഈക്വൽ ടു ആൽഫ ഡി ടി. v raised to minus 1/2 dv is equal to alpha dt. രണ്ട് സൈഡിലും ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് 0 to v 0. ഞാൻ ലിമിറ്റ് ഇടുന്നില്ല, കാരണം ഒരു ലിമിറ്റ് 0 ആകുമ്പോൾ പിന്നെ ലിമിറ്റ് ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ v raised to minus 1/2 ഇൻ്റഗ്രേറ്റ് ചെയ്താൽ v raised to minus 1/2 plus 1, that is 1/2 divided by minus 1/2 plus 1, that is 1/2. That is equal to alpha t. ആ 2 മുകളിലേക്ക് പോയാൽ 2 into v raised to 1/2 എന്ന് പറഞ്ഞാൽ 2 root v divided by alpha is equal to t. This is the time. ഓപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്, ഇത് ഓപ്ഷനുണ്ട്. അടുത്ത നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ ഈ ഇക്വേഷൻ എടുക്കണം, കാരണം അതിലാണ് എക്സ് ഉള്ളത്. പൊസിഷൻ വെലോസിറ്റി ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു പൊസിഷൻ ഡി വി ബൈ ഡി എക്സ്, അവിടെയാണ് എക്സ് ഉള്ളത്. അപ്പോൾ ആക്സിലറേഷനെ നമുക്ക് എന്ത് ചെയ്യാന്നറിയോ, വി ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു വി റേസ് ടു 1/2. ആ വി റേസ് ടു 1/2 താഴെ കൊണ്ടുവന്നാൽ വി ഡിവൈഡഡ് ബൈ വി റേസ് ടു 1/2 ഇൻറ്റു ഡി വി ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ ഡി എക്സ്. വി ഇൻറ്റു വി റേസ് ടു മൈനസ് 1/2, കാരണം ഈ വി റേസ് ടു 1/2 മുകളിലേക്ക് വന്നാൽ അത് മൈനസ് 1/2 ആവും. ഇൻറ്റു ഡി വി ഈസ് ഈക്വൽ ടു ആൽഫ ഡി എക്സ്. അപ്പോൾ അത് വി റേസ് ടു ഇവിടെ 1 അല്ലേ, 1 + 1/2 ഈസ് 1/2 ഇൻറ്റു ഡി വി ഈസ് ഈക്വൽ ടു ആൽഫ ഡി എക്സ്. ഇനി രണ്ട് സൈഡിലും ഇൻ്റഗ്രേറ്റ് ചെയ്യാം. വി റേസ് ടു 1/2 ഇൻ്റഗ്രേറ്റ് ചെയ്താൽ വി റേസ് ടു 1/2 + 1, അപ്പോൾ 3/2 ആവും. വി റേസ് ടു 3/2 ഡിവൈഡഡ് ബൈ 3/2. അപ്പുറം ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആൽഫ ഇൻറ്റു എക്സ്. അപ്പോൾ 2/3 വി റേസ് ടു 3/2 ഡിവൈഡഡ് ബൈ ആൽഫ ഈസ് ഈക്വൽ ടു എക്സ്. So this is the distance and this is the time. So option A is the right answer. Very 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 good. First answer പറഞ്ഞത് ആരാ? കൗതം കൃഷ്ണ. ഓപ്ഷൻ എ പറഞ്ഞു. വെരി ഗുഡ്. Is it clear? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്ക്. ഇതും വളരെ കൺസെപ്റ്റ് ഉള്ള നല്ല ക്വസ്റ്റ്യൻ ആണ്. സോ ഇതൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് ആൻസർ പറയാൻ ശ്രമിക്കാം കേട്ടോ. ഗൗതം കൃഷ്ണ, വെരി ഗുഡ്. The relation between time and distance is given. T is equal to alpha x² plus beta x, where alpha beta are constant. The retardation കണ്ടുപിടിക്കണം. അപ്പോൾ ടൈം is given as a function of position ആണ് തന്നത്. മറ്റൊന്നും നമുക്ക് തന്നിട്ടില്ല. ഒന്നും നോക്കണ്ട, കിട്ടിയ ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. കിട്ടിയ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. കണ്ടോ, ഫംഗ്ഷൻ ടൈം ഇസ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. ഓക്കെ, അപ്പോൾ ടൈം ഇസ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നത് ശരിയല്ല. ആക്ച്വലി
പൊസിഷനാണ് ചേഞ്ച് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടൈം. എനിവേ നമുക്ക് ഈ തന്ന ടൈമിൻ്റെ റിലേഷനിൽ എക്സ് ആണുള്ളത്. അപ്പോൾ ടൈമിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ദാറ്റ് ഇസ് dt/dx. കിട്ടിയ ഫംഗ്ഷനെ അതുപോലെ തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ ആൽഫ എക്സ് സ്ക്വയർ പ്ലസ് ബീറ്റ എക്സ്. അപ്പോൾ 2 ആൽഫ എക്സ് പ്ലസ് ബീറ്റ. ആക്ച്വലി ഇതെന്താ സാധനം? dt/dx. ഈ dx/dt എന്താ? വാട്ട് ഇസ് dx/dt? വെലോസിറ്റി. അപ്പോൾ dt/dx എന്തായിരിക്കും? 1/velocity. ഇത് 1/velocity ആണ് 2 ആൽഫ എക്സ് പ്ലസ് ബീറ്റ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 1/2 ആൽഫ എക്സ് പ്ലസ് ബീറ്റ, ഓർ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 2 ആൽഫ എക്സ് പ്ലസ് ബീറ്റ ഹോൾ റേസ് ടു -1. ഗോട്ട് ഇറ്റ്? ഇനി ആ വെലോസിറ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് dv/dx. അപ്പോൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ അവിടെ ചെയിൻ റൂൾ യൂസ് ചെയ്യണം. റേസ് ടു -1 ഉണ്ട്. അപ്പോൾ -1 ഇൻറ്റു 2 ആൽഫ എക്സ് പ്ലസ് ബീറ്റ nx റേസ് ടു n-1 അല്ലേ? n-1 x റേസ് ടു n-1 -1 ദാറ്റ് ഇസ് -2. സോ dv/dx കഴിഞ്ഞിട്ടില്ല. നമ്മൾ ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള സാധനത്തിനെയും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? ഇൻറ്റു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 2 ആൽഫ എക്സ് പ്ലസ് ബീറ്റ അല്ലേ? ബീറ്റ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 ആയി പോകും. 2 ആൽഫ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഇറ്റ് വിൽ ബി 2 ആൽഫ. ഓക്കെ. അപ്പോൾ ഞാൻ ഈ dv/dx എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആക്സിലറേഷൻ ഡിവൈഡഡ് ബൈ വെലോസിറ്റി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് 2 ആൽഫ എക്സ് പ്ലസ്, അത് റേസ് ടു 1/2 ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതി 1/2 ആൽഫ എക്സ് പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ ഇൻറ്റു 2 ആൽഫ. ഓക്കെ. ഇവിടെ നോക്ക് മക്കളെ, വെലോസിറ്റി എന്ന് പറയുന്നത് 1/2 ആൽഫ എക്സ് പ്ലസ് ബീറ്റ അല്ലേ? അപ്പോൾ ഞാൻ ഇവിടെ ഒരു സ്ക്വയർ ഇട്ട് കൊടുക്കും, ഇവിടെ ആ സ്ക്വയർ ഇട്ട് കൊടുത്തു. LHS RHS സ്ക്വയർ ഇട്ടു. ഇവിടെ മൊത്തത്തിൽ സ്ക്വയർ ഇട്ടു, ഇവിടെയും സ്ക്വയർ ഇട്ടു. അപ്പോൾ ഇത് v² ആവും. ഇതെന്താവും? 2 ആൽഫ എക്സ് പ്ലസ് ബീറ്റ. 1 സ്ക്വയർ 1 ഇറ്റ്സെൽഫ്, ഇവിടെ സ്ക്വയർ വന്നു. അപ്പോൾ ഇവിടെ സ്ക്വയർ വന്നു. അപ്പോൾ ശരിക്കും 1/2 ആൽഫ എക്സ് പ്ലസ് ബീറ്റ സ്ക്വയർ എന്ന് പറയുന്നത് ആക്ച്വലി v² ആണ്. അപ്പോൾ a/v ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് v² ഇൻറ്റു 2 ആൽഫ. ഈ വീനെയും കൂടെ അങ്ങോട്ട് കൊണ്ടുപോയാൽ ആക്സിലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു v³ ഇൻറ്റു 2 ആൽഫ എന്ന് വരും. അവിടെ നമുക്ക് റിട്ടാർഡേഷനാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പോൾ റിട്ടാർഡേഷൻ എന്ന് പറയുമ്പോൾ മൈനസ് ഉണ്ടാവും. ആ മൈനസ് അവിടെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റിട്ടാർഡേഷൻ ആയതുകൊണ്ടാണ്. സോ v³ ഇൻറ്റു 2 ആൽഫ ഇൻറ്റു v³. ദാറ്റ് ഇസ് ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. മക്കളെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സ്റ്റെപ്പിൽ ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ, നല്ലൊരു ക്വസ്റ്റൻ ആണത്, അതുകൊണ്ട് ഏതെങ്കിലും സ്റ്റെപ്പിൽ ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ നമുക്ക് ആ ഭാഗം ക്ലിയർ ചെയ്യാം. അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോടാ? ക്ലിയർ ആണോ? യെസ്, ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റെഡി അല്ലേ? v ഇൻറ്റു dv/dx ചെയ്താൽ പോരെ? തീർച്ചയായിട്ടും മതി. അത് എങ്ങനെയാണ് അത് വന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. എ കാർ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് accelerates at a rate alpha through a distance d, then continues at a constant speed for a time t, and then decelerate at a rate of alpha by 2, comes to rest. If the total distance traveled is to a 15d, then which of the following will be the correct? ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായിട്ടില്ല, ഒന്നുകൂടെ നമുക്ക് നോക്കാം. മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നാട്ടോ, എനിക്ക് മനസ്സിലായിട്ടില്ല എന്നല്ല. എനിവേ, എ കാർ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ്, ഇനീഷ്യൽ വെലോസിറ്റി 0, ആക്സിലറേറ്റ് അറ്റ് എ റേറ്റ് ഓഫ് ആൽഫ ത്രൂ എ ഡിസ്റ്റൻസ് d. അപ്പോൾ ഒരു കാറ് റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0, ആക്സിലറേറ്റ് ചെയ്തു, എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു? d ഡിസ്റ്റൻസ്. സോ ദിസ് വിൽ ബി d. ഇവിടെ ഒരു ഫൈനൽ വെലോസിറ്റി ഉണ്ട്, ആക്സിലറേഷൻ ഇസ് ആൽഫ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ ഡിക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. ഫൈനൽ വെലോസിറ്റി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി സ്ക്വയർ 0, v² ഇസ് ഈക്വൽ ടു u² പ്ലസ് 2 ആൽഫ ഡിസ്പ്ലേസ്മെൻറ്റ് d. ഓക്കെ, പിന്നെ അങ്ങോട്ടേക്ക് ഇതാ
പിന്നെ അങ്ങോട്ടേക്ക് കോൺസ്റ്റൻറ്റ് സ്പീഡിലാണ് അത് ട്രാവൽ ചെയ്യുന്നത്, കോൺസ്റ്റൻറ്റ് സ്പീഡ്. ദെൻ കണ്ടിന്യൂ കോൺസ്റ്റൻറ്റ് സ്പീഡിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നു എന്ന് പറയുന്നില്ല അല്ലേ. ഓക്കെ, എനിവേ കോൺസ്റ്റൻറ്റ് സ്പീഡിൽ ട്രാവൽ ചെയ്യുന്ന സമയം t. പിന്നെ ഡീസിലറേറ്റ് അറ്റ് എ റേറ്റ് ഓഫ് α/2 കംസ് ടു റെസ്റ്റ്. അപ്പോൾ പിന്നെ ഡീസിലറേറ്റഡ് അറ്റ് എ റേറ്റ് α/2. അപ്പോൾ ഡീസിലറേഷൻ α/2 കംസ് ടു റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി 0. ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി v തന്നെ ആയിരിക്കും, കാരണം ഇവിടെ ഒരു ഫൈനൽ വെലോസിറ്റി എത്തിയതിൻ്റെ ശേഷം പിന്നെ കോൺസ്റ്റൻറ്റ് സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നത്, സ്പീഡ് മാറുന്നില്ല. പിന്നെ സ്പീഡ് മാറുന്നത് ഈ പോയിന്റ് മുതലാണ്. ഞാൻ അടുത്ത കളർ ഷെയ്ഡ് ചെയ്യാൻ പോകുന്നത് ഇവിടെ 3 കളർ കാണിക്കുന്നത് ഇത് ആക്സിലറേഷനോട് കൂടി ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ്, ഇത് കോൺസ്റ്റൻറ്റ് സ്പീഡിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ്, ഇത് റിട്ടാർഡേഷനോട് കൂടി ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ്. ഇവിടെ ആക്സിലറേഷൻ 0 ആണ്. ഈ റീജിയൽ ആക്സിലറേഷൻ ഇല്ല, ഈ റീജിയൽ ആക്സിലറേഷൻ ആൽഫയാണ്, ഈ റീജിയൽ ആക്സിലറേഷൻ α/2 ആണ്. അപ്പോൾ ഞാനിപ്പോൾ 3 കളറിൽ മീൻസ് 3 സെറ്റാക്കി മാർക്ക് ചെയ്ത് വെച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓരോ ഭാഗത്തെയും ആക്സിലറേഷൻ dv/dx എങ്ങനെ a/v ആയി. ഓക്കെ, dv/dx എങ്ങനെ a/v ആയി, അത് അറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പറയാം. നോക്കൂ മക്കളെ, അതാരാ ചോദിച്ചത്? ആളെ പേര് എനിക്ക് മനസ്സിലാവുന്നില്ല. dv/dx എങ്ങനെ a/v ആയി. Let me explain. See, velocity is equal to rate of change of displacement with respect to time, and acceleration is equal to rate of change of velocity with respect to time. Now you can divide these two equations. Acceleration divided by velocity, that is acceleration is dv/dt whole divided by velocity is dx/dt, and you can cancel out this dt and dt. So acceleration divided by velocity is equal to dv/dx. This is how dv/dx is equal to a/v. Clear ആയെന്ന് വിചാരിക്കുന്നു. Okay, back to this one. അപ്പോൾ ഇവിടെ ഓക്കെ, അപ്പോൾ ഇവിടെ ആൽഫ ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് d ആണ്, ഫൈനൽ വെലോസിറ്റി v ആണ്. പിന്നെ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി മാറുന്നില്ല. ഓക്കെ, പിന്നെ v വെലോസിറ്റി, അതിൽ റിട്ടാർഡേഷൻ ഇസ് α/2 ഫൈനലി കംസ് ടു റെസ്റ്റ്. അപ്പോൾ ഈ റിട്ടാർഡേഷനോട് കൂടി ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാണെന്ന് അറിയണം. ഓക്കെ, അപ്പോൾ അവിടെ ഫൈനൽ വെലോസിറ്റി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി സ്ക്വയർ മൈനസ്, അവിടെ റിട്ടാർഡേഷൻ ആയതുകൊണ്ട് മൈനസ് 2 റിട്ടാർഡേഷൻ α/2 ഇൻറ്റു ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ലെറ്റ്സ് സേ d'. അപ്പോൾ v സ്ക്വയറിന് ഇങ്ങോട്ട് കൊണ്ടുവരാം, അപ്പോൾ അത് മൈനസ് ആവും, 2 മൈനസും ക്യാൻസൽ ആവും, ആൽഫ ഇൻറ്റു d' എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഒരു v സ്ക്വയറിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയിട്ട് അത് ഈ മോഷൻ്റെ ഫൈനൽ വെലോസിറ്റിയാണ്. പിന്നെ വെലോസിറ്റി കോൺസ്റ്റൻറ്റ്, ആ വെലോസിറ്റി തന്നെയാണ് അടുത്ത മോഷൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി ആവുക. അപ്പോൾ അത് രണ്ടും v ആണ്, അത് രണ്ടും നിങ്ങൾക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇതും v ആണ്, ഇതും v ആണ്, രണ്ടും ഒരേ വെലോസിറ്റിയാണ്. v സ്ക്വയർ ഇസ് 2α/d, v സ്ക്വയർ ഇസ് 2α/d'. അപ്പം 2α/d' അല്ലേ, α/d'. സോ α/d' ഇസ് ഈക്വൽ ടു 2α/d. ആൽഫ ക്യാൻസൽ ചെയ്യുക, അപ്പോൾ d' ഇസ് ഈക്വൽ ടു 2d എന്ന് കിട്ടും. d' ഇസ് ഈക്വൽ ടു 2d. അപ്പോൾ ഈ ഡിസ്റ്റൻസ് 2d ആണ്. റിട്ടാർഡേഷനോട് കൂടി ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് 2d ആണ്. മൊത്തം ഡിസ്റ്റൻസ് 15d ആണ്. അപ്പോൾ ഈ മൊത്തം ഡിസ്റ്റൻസ് ഇവിടെ മുതൽ ഇവിടം വരെയുള്ളത് 15d ആണ്. അതിൽ 1d ഇവിടെ പോയി, 2d ഇവിടെയും പോയി. അപ്പോൾ ബാക്കി ഇത് എത്ര ഉണ്ടാവുള്ളൂ? 12d ഉണ്ടാവുള്ളൂ. 12d, കാരണം 15dന്ന് ഒരു d ഇവിടെ പോയി, അപ്പോൾ അത് 14d ആയി, പിന്നെ 2d ഇവിടെ നിന്ന് പോയി, അപ്പോൾ 12d ആയി. ശരിയല്ലേ? 12d ആണ് ഇവിടുത്തെ ഡിസ്റ്റൻസ്. ഇനി ഈ ഫൈനൽ വെലോസിറ്റിക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കുക, അത് ഇവിടെ ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. v ഈസ് ഈക്വൽ ടു √2α/d. ഓക്കെ, ഇനി ഇവിടെ ഈ ട്രാവൽ ചെയ്ത കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് 12d അല്ലേ. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. ഡിസ്റ്റൻസ് 12d ആണ്. 12d ഈസ് ഈക്വൽ ടു വെലോസിറ്റി √2α/d ഇൻറ്റു ടൈം t. കാരണം ഈ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്ന സമയമാണ് t എന്ന് പറയുന്നത്. രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്താൽ 144d² ഇസ് ഈക്വൽ ടു 2α/d ഇൻറ്റു t². ഡിയും ക്യാൻസൽ ചെയ്തു. നമുക്ക് ഡിയുടെ ഇക്വേഷൻ അല്ലേ വേണ്ടത്, അപ്പോൾ ഡീനെ അവിടെ വെക്കുക. അപ്പോൾ d ഈസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ 144 ഇൻറ്റു ആൽഫ t². 2 144 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ 72 ആൽഫ t². d ഈസ് ഈക്വൽ ടു
So 1 by 72 alpha t square. That is option C is the right answer. Clear alle? Yes. Very good, very good, very good, very good. Joel John, very good. Clear allada? Okay. അടുത്തത് നമുക്ക് ഗ്രാഫിനെ ബേസ് ചെയ്തിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻ നോക്കാം. See ഇവിടെ നോക്ക്, വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ മൂവിംഗ് ഒബ്ജക്ട് ഷോൺ ഇൻ ഫിഗർ. ദ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി ഒബ്ജക്ട് ഡ്യൂറിംഗ് ദ ടൈം ഇന്റർവെൽ വെൻ നോൺ സീറോ ആക്സിലറേഷൻ ആൻഡ് റിട്ടാർഡേഷൻ ഈസ്. നോൺ സീറോ ആക്സിലറേഷൻ ആൻഡ് റിട്ടാർഡേഷൻ. നോൺ സീറോ ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ ആക്സിലറേഷൻ സീറോ ആവാത്ത സമയം. ആക്സിലറേഷൻ സീറോ ആവാത്ത സമയം എന്ന് പറഞ്ഞാൽ ഒന്ന് ഇതാണ്. ഇതാ വെലോസിറ്റി ഇങ്ങനെ കൂടി 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 വരുന്നു. ഇവിടെ വെലോസിറ്റി ഇൻക്രീസസ്, ഇവിടെ വെലോസിറ്റി ഡിക്രീസസ്. അപ്പോൾ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ഈ ഭാഗം, ഇവിടെ വെലോസിറ്റി ഇത്രയും ഭാഗം, ഇവിടെ വെലോസിറ്റി ഡിക്രീസസ്. ശരിയല്ലേ? അപ്പം ഇത് പോസിറ്റീവ് ആക്സിലറേഷൻ, ഇത് നെഗറ്റീവ് ആക്സിലറേഷൻ. അപ്പോൾ ആക്സിലറേഷൻ നോൺ സീറോ അല്ലെങ്കിൽ നോൺ സീറോ ആക്സിലറേഷൻ അല്ലെങ്കിൽ നോൺ സീറോ റിട്ടാർഡേഷൻ എന്ന് പറയുന്നത് ഞാനിപ്പോൾ വരച്ച ഈ ഗ്യാപ്പാണ്. ആ ഭാഗത്തുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കേണ്ടത്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏരിയ അണ്ടർ ദ ഗ്രാഫ്. അപ്പോൾ അവിടെ നമുക്ക് ഏരിയ ഇങ്ങനെ മുറിക്കാം. ഓക്കെ, അപ്പോൾ അവിടെ 2 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്. കണ്ടോ? അപ്പോൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളുടെ ഏരിയ കണ്ടിട്ട് അതിൻ്റെ ഡബിൾ ചെയ്താൽ മതി. സോ 2 ഇൻറ്റു ഹാഫ് ഇൻറ്റു, അപ്പോൾ അവിടെ ബേസ് വരിക നോക്കൂ 10 to 30 അല്ലേ, അതായത് ഈ ബേസ് വരുന്നത്. അപ്പോൾ അവിടെ 10 to 30 എന്ന് പറയുമ്പോൾ അവിടെ 10 വരും. ഇൻറ്റു ഹൈറ്റ് വരിക, ദിസ് ഇസ് 1 ആൻഡ് ദിസ് ഇസ് 4. അപ്പോൾ ഈ ഡിഫറൻസ് എടുത്താൽ നമുക്ക് 3 കിട്ടും. 3 പ്ലസ് താഴെയുള്ള സ്ക്വയർ എന്ന് പറയുമ്പോൾ 20 to 40 എന്ന് പറയുമ്പോൾ അവിടെ 20 വരും. ഇൻറ്റു ഈ ഹൈറ്റ് വരിക 1 ആണ്. 1. സോ ഈ 2 ക്യാൻസൽ ആയി. 30 plus 20 that is equal to 50 meter. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേടാ? ഇവിടെ നോക്ക്, എ പാർട്ടിക്കിൾ സ്റ്റാർട്ട് ഫ്രം ഒറിജിൻ t is equal to 0 and move along positive x-axis. The graph of velocity with respect to time shown in figure. What is the position of the particle at t is equal to 5 seconds? അപ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം ഒറിജിൻ ആണ്. അപ്പോൾ ഒറിജിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സപ്പോസ് ഇതാണ് ഒറിജിൻ 0. ഒറിജിൻ ഒരാൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അയാൾ നടന്ന് 5 മീറ്റർ അയാൾ നടന്നാൽ അയാൾ എക്സ് ആക്സിസിന് മുകളിൽ ഏത് പൊസിഷനിലായിരിക്കും? 5 മീറ്ററിലായിരിക്കും. ശരിയല്ലേ? കാരണം അയാൾ ഒറിജിനല്ലേ നടക്കുന്നത്. സപ്പോസ് അയാൾ ഒറിജിനൽ അല്ല നടക്കാൻ തുടങ്ങിയത്, 2 മീറ്ററിനാണ് നടക്കാൻ തുടങ്ങിയത് എന്ന് വിചാരിച്ചു. അപ്പോൾ അയാൾ നടന്ന് 5 മീറ്റർ അയാൾ നടന്നിട്ടുണ്ട് എങ്കിൽ അയാൾ എവിടെ ആയിരിക്കും നിൽക്കുക? 7th മീറ്ററിൻ്റെ പൊസിഷനിലാണ് നിൽക്കുക. അപ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം ഒറിജിൻ ആണെങ്കിൽ എത്രയാണോ ഡിസ്പ്ലേസ്മെൻറ്റ് അത് തന്നെയാണ് അയാളുടെ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടാൽ മതി. ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ നമുക്ക് ഏരിയ അണ്ടർ ദ ഗ്രാഫ് കണ്ടാൽ മതി. ഏരിയ അണ്ടർ ദ ഗ്രാഫാണ് എളുപ്പമാണ്. ഇവിടെ സ്ക്വയർ ഷേപ്പുകൾ ഉണ്ടല്ലോ, അതിൽ ഒരെണ്ണത്തിന് നമ്മൾ നോക്കുകയാണെങ്കിൽ ബേസും ഹൈറ്റും 1 ആയതുകൊണ്ട് അത് 1 മീറ്റർ ആണ്. അതുപോലെ എത്ര ഉണ്ട്? 1 2 3 4 5 6. സോറി, നമുക്ക് എത്രാമത്തെ അവർ പറയുന്നത്? 5th സെക്കൻഡിലല്ലേ? ഓക്കെ, 5th സെക്കൻഡ് ആകുമ്പോൾ ഇവിടെ വരും. ഓക്കെ, അപ്പോൾ 1 2 3 4 5 6 7, ഈ 2 ഹാഫും കൂടെ ചേർത്ത് 8. ശരിയല്ലേ? ഓക്കെ, ഒന്നുകൂടെ നോക്കാം. ടൈം 5 സെക്കൻഡ് അല്ലേ? 5 സെക്കൻഡ് ആകുമ്പോൾ ഇവിടെ. സോ 1 2 3 4 5 6 7 8, ഇത് രണ്ടും കൂടെ ചേർത്ത് 9. അപ്പം 9 മീറ്റർ. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. 9 മീറ്റർ. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? റെഡി അല്ലേ? ഓക്കെ, മറ്റൊരു ക്വസ്റ്റിലേക്ക് പോവാം. ഗ്രാഫിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്ക്, ദ ഗിവൺ ഗ്രാഫ് ഷോസ് the variation of velocity with the displacement. Variation of velocity with respect to displacement. Which one of the graph correctly represent the variation of acceleration with the displacement? നമുക്ക് തന്നിരിക്കുന്നത് വെലോസിറ്റി വിത്ത് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫാണ്. വെലോസിറ്റി വിത്ത് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ്. അത് ഉപയോഗിച്ചിട്ട് ആക്സിലറേഷൻ വിത്ത് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് കണ്ടുപിടിക്കണം. നമുക്ക് തന്ന ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? സ്ലോപ്പ് നെഗറ്റീവ് ആണ്. സ്ലോപ്പ് ഇസ് നെഗറ്റീവ്.
അപ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ വെലോസിറ്റി ആണ് y ആക്സിസിൽ. നമുക്ക് y ഈസ് ഈക്വൽ ടു mx പ്ലസ് c ആണല്ലോ നമ്മുടെ ഗ്രാഫിൻ്റെ ജനറൽ ഇക്വേഷൻ. y is equal to mx plus c ആണല്ലോ ഗ്രാഫിൻ്റെ ജനറൽ ഇക്വേഷൻ. അപ്പോൾ y is equal to mx plus c. അപ്പോൾ വൈയുടെ സ്ഥാനത്ത് വെലോസിറ്റി ആണ്. അപ്പോൾ v is equal to m സ്ലോപ്പ് എക്സാക്സിൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ലെറ്റ്സ് സേ x പ്ലസ് y ഇൻ്റർസെപ്റ്റ് v0 ആണ്. സ്ലോപ്പ് നെഗറ്റീവ് ആയതുകൊണ്ട് മൈനസ് v. അപ്പോൾ വെലോസിറ്റിക്ക് നമ്മളൊരു ഇക്വേഷൻ ഉണ്ടാക്കി. ഗ്രാഫിൻ്റെ സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് അത് വെച്ചിട്ട് നമ്മളൊരു ഇക്വേഷൻ ഉണ്ടാക്കി. സി നൗ ഈ കിട്ടിയ വെലോസിറ്റിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു എക്സ്. കാരണം നമ്മുടെ കയ്യിൽ വെലോസിറ്റിയുടെ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണുള്ളത്. അപ്പോൾ അതിന് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് dv/dx ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എം എന്ന് കിട്ടും. കാരണം ബാക്കി കോൺസ്റ്റൻ്റാണ്, ഈ v0 കോൺസ്റ്റൻ്റ് ആണ്. മൈനസ് ഓഫ് എം എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ x റേസ് ടു 1 അല്ലേ. സോ 1 ഇൻറ്റു മൈനസ് എം x റേസ് ടു 1 മൈനസ് 1 ദാറ്റ് ഈസ് x റേസ് ടു 0. x റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1. റെഡി അല്ലേ? അപ്പോൾ നമുക്ക് dv/dx കിട്ടി. ഇനി ഞാൻ നേരത്തെ നിങ്ങൾ ഡൗട്ട് ചോദിച്ചപ്പോൾ ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. വാട്ട് ഈസ് dv/dx? എന്താണ് dv/dx? മക്കൾ പറ, വാട്ട് ഈസ് ആക്ച്വലി dv/dx? dv/dx എന്ന് പറഞ്ഞാൽ എന്താണ്? കമോൺ, വാട്ട് ഈസ് dv/dx? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ആക്സിലറേഷൻ ഡിവൈഡ് ബൈ വെലോസിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എം. സോ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു മൈനസ് എം ഇൻറ്റു വെലോസിറ്റി. ഈ വെലോസിറ്റിക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു മൈനസ് എം ഇൻറ്റു വെലോസിറ്റി മൈനസ് എം എക്സ് പ്ലസ് v0. സോ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു അവിടെ മൈനസ് എം ഇൻറ്റു മൈനസ് എം സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് മൈനസ് ഓഫ് എം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് മൈനസ് എം ഇൻറ്റു v0. ശരിയല്ലേ? യെസ്, മൈനസ് എം ഇൻറ്റു v0. ഓക്കെ, ഇതും എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ തന്നെയാണ്. അവിടെ സ്ലോപ്പ് പോസിറ്റീവാണ്. സ്ലോപ്പ് പോസിറ്റീവാണ്. നോക്ക്, ഇപ്പം നമുക്ക് കിട്ടിയ ഇക്വേഷൻ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു എം സ്ക്വയർ എക്സ് മൈനസ് എം v0. ഇതും സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണ്. y ഈസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്നാണ്. ഇവിടെ എം സ്ക്വയർ വരുമോ എന്നുള്ളത് ചിലപ്പോൾ ചില ആൾക്കാർ ചോദിച്ചേക്കാം. ശരിക്കും സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഇങ്ങോട്ട് നോക്ക്, y ഈസ് ഈക്വൽ ടു, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇങ്ങനെ ഇതാണ് 4x മൈനസ് 2 ഇതാണ്. ഇത് സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ അല്ലേ? ഇതിന് വേണമെങ്കിൽ ഇങ്ങനെ എഴുതി കൂടെ, 2 സ്ക്വയർ എക്സ് മൈനസ് 2 ഇൻറ്റു 2 എഴുതി കൂടെ. ഇവിടെ 4 ആക്കാം. 4x മൈനസ് 4 അതിനൊക്കെ ഇങ്ങനെ എഴുതി കൂടെ, 2 സ്ക്വയർ എക്സ് മൈനസ് 2 ഇൻറ്റു 2 എഴുതി കൂടെ. ഇതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇവിടെ 4xനെ നമുക്ക് വേണമെങ്കിൽ 2 സ്ക്വയർ എക്സ് എഴുതാം. അപ്പോൾ ഇവിടെ എം സ്ക്വയർ എക്സ് എന്ന് കാണുമ്പോൾ ഈ എം എന്ന് പറയുന്നത് സ്ലോപ്പ്, ഈ എം സ്ക്വയർ ആണ് സ്ലോപ്പ്, എം അല്ല സ്ലോപ്പ്. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, അതിൻ്റെ സ്ലോപ്പ് പോസിറ്റീവ് ആണ്, അതിൻ്റെ y ഇൻ്റർസെപ്റ്റ് നെഗറ്റീവ് ആണ്. അപ്പോൾ y ഇൻ്റർസെപ്റ്റ് നെഗറ്റീവും സ്ലോപ്പ് പോസിറ്റീവ് ആവുകയും ചെയ്യുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ശരിയല്ലേ? ശരിയല്ലടാ? കിട്ടിയോ? ക്ലിയർ ആണോ മക്കളെ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. Okay, next question. Two particles are released from the same height at an interval of 1 second. How long after the first particle begin to fall will two particles be 10 meter apart? 10 meter apart. അതായത് 2 particles are released from the same height at an interval of 1 second. 1 സെക്കൻഡ് ഗ്യാപ്പിൽ ഒരേ ഹൈറ്റിൽ നിന്നും 2 പാർട്ടിക്കിളിനെ താഴോട്ടേക്ക് ഡ്രോപ്പ് ചെയ്തു. ഇതൊരു പാർട്ടിക്കിൾ താഴോട്ടേക്ക് ഡ്രോപ്പ് ചെയ്തു. അത് ഡ്രോപ്പ് ചെയ്ത് ഇങ്ങനെ താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്.
അത് താഴേക്ക് 1 സെക്കൻഡ് കഴിഞ്ഞിട്ട് അടുത്ത പാർട്ടിക്കിൾ ഡ്രോപ്പ് ചെയ്തു. 1 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അടുത്ത പാർട്ടിക്കിൾ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ അതിങ്ങനെ താഴേക്ക് വീണുകൊണ്ടിരിക്കുക. ഏതോ ഒരു ഇൻസ്റ്റൻറ്റിൽ എത്തിയപ്പോൾ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെറ്റ്സ് സേ എസ്. അതെത്ര? അതാണ് ഇവർ നമ്മളെ സെപ്പറേഷൻ എന്ന് പറയുന്നത്. 2 മീറ്റർ 10 മീറ്റർ എപ്പാർട്ട് എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 10 ആണെന്നാണ് പറഞ്ഞത്. സോ ദാറ്റ് ഈസ് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എസ് ഇസ് ഈക്വൽ ടു 10 മീറ്റർ കിട്ടി. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 10 മീറ്റർ കിട്ടി. അപ്പോൾ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 10 മീറ്റർ ആയി എങ്കിൽ ഹൗ ലോങ് ആഫ്റ്റർ ദ ഫസ്റ്റ് പാർട്ടിക്കിൾ ബീൻ ടു ഫോൾ ദ പാർട്ടിക്കിൾ ബി 10 മീറ്റർ എപ്പാർട്ട്. എങ്കിൽ ആദ്യത്തെ പാർട്ടിക്കിൾ ത്രോ ചെയ്തിട്ട് എത്ര സമയം എന്നാണ് ചോദിച്ചത്. സോ ആദ്യത്തെ പാർട്ടിക്കിൾ ത്രോ ചെയ്തിട്ട് ലെറ്റ്സ് സേ ടി ടൈം ആയി എന്ന് വിചാരിച്ചു. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ പാർട്ടിക്കിൾ ത്രോ ചെയ്തിട്ട് എത്ര സമയം ആയിട്ടുണ്ടാവും? മക്കളൊന്ന് ആലോചിച്ചിട്ട് പറയാം. ആദ്യത്തെ പാർട്ടിക്കിൾ ത്രോ ചെയ്തിട്ട് ടി ടൈം ആയിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ പാർട്ടിക്കിൾ ത്രോ ചെയ്തിട്ട് എത്ര സമയം ഉണ്ടാവും? യെസ്, T-1. കാരണം എന്താ? ആദ്യത്തെ പാർട്ടിക്കിൾ ത്രോ ചെയ്ത് 1 സെക്കൻഡ് കഴിഞ്ഞിട്ടല്ലേ രണ്ടാമത്തെ പാർട്ടിക്കിൾ ത്രോ ചെയ്തത്. അപ്പോൾ ആദ്യത്തെ പാർട്ടിക്കിൾ ത്രോ ചെയ്ത് 1 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ പാർട്ടിക്കിൾ ത്രോ ചെയ്തത്. അപ്പോൾ ആദ്യത്തെ പാർട്ടിക്കിൾ 5 സെക്കൻഡ് ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ പാർട്ടിക്കിൾ 4 സെക്കൻഡേ ട്രാവൽ ചെയ്തിട്ടുണ്ടാവുള്ളൂ. കാരണം ആദ്യത്തെ പാർട്ടിക്കിൾ ത്രോ ചെയ്ത് ടൈം കൗണ്ട് തുടങ്ങി 1 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ പാർട്ടിക്കിൾ ത്രോ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവർ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്, ആദ്യത്തെ ആൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് S1, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ വാല്യൂ 0 ആയതുകൊണ്ട് ½ GT². രണ്ടാമത്തെ ആൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് S2, ദാറ്റ് ഈസ് ഈക്വൽ ടു ½ GT-1 അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് S1 മൈനസ് S2 ദാറ്റ് ഈസ് ഈക്വൽ ടു ½ GT² മൈനസ് അത് എക്സ്പാൻഡ് ചെയ്താൽ T² മൈനസ് 2T + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 മീറ്റർ. അവർ നമ്മളെ സെപ്പറേഷൻ 10 മീറ്റർ ആണെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ 10 മീറ്റർ ഈസ് ഈക്വൽ ടു ½ ഇൻറ്റു G10 T² മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ T² പ്ലസ് 2T - 1. ഓക്കെ, അപ്പം പ്ലസ് T² മൈനസ് T² ക്യാൻസൽ ആവും. ഈ 2ഉം 10ഉം ക്യാൻസൽ ചെയ്താൽ 5 കിട്ടും. 5ഉം 10ഉം ക്യാൻസൽ ചെയ്താൽ 2 മീറ്റർ കിട്ടും. 2 ഈസ് ഈക്വൽ ടു 2T - 1. ഈ 1 ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ 3 ഈസ് ഈക്വൽ ടു 2T. സോ 3/2 ഈസ് ഈക്വൽ ടു T. or T is equal to 1.5 seconds. 1.5 seconds. That is option A is the right answer. Clear alleda? Is it clear? അടുത്ത ദിവസം ചെയ്യട്ടെ. Next one. A ball is dropped from a height of 5 meter onto a sandy floor and it penetrates the sand up to 1 meter before comes to rest. എന്ന് വെച്ചാൽ 5 മീറ്റർ ഉയരത്തിൽ നിന്നും പൂഴിയിലേക്ക് സാൻഡിലേക്ക് ഒരു ഒബ്ജക്റ്റ് ത്രോ ചെയ്തു. അപ്പോൾ അത് അവിടെ വീണുമ്പോൾ അതിൻ്റെ വെലോസിറ്റി ഒറ്റയടിക്ക് സീറോ ആയില്ല. കാരണം വന്ന് വീഴുന്നത് സാൻഡിലേക്കാണ്. സാൻഡിനെ പെനട്രേറ്റ് ചെയ്തു. നമ്മൾ പൂഴിയിലേക്ക് ഒരു ഹൈറ്റിൽ നിന്ന് ചാടിക്കഴിഞ്ഞാൽ നമ്മുടെ കാല് ഗ്രൗണ്ടിൽ ഒറ്റയടിക്ക് നിൽക്കില്ലല്ലോ, അതിലേക്ക് കുഴിഞ്ഞു പോകില്ലേ. അങ്ങനെ ഇത് പെനട്രേറ്റ് ചെയ്തിട്ട് താഴെ എത്തി റെസ്റ്റിലാവുമ്പോൾ ഇത് 1 മീറ്റർ പെനട്രേറ്റ് ചെയ്തു. 1 മീറ്റർ ഹൈറ്റിൽ അവിടെ സാൻഡ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. അപ്പം എങ്കിൽ റിട്ടാർഡേഷൻ എത്രയാണെന്ന് ചോദിച്ചു. അപ്പോൾ റിട്ടാർഡേഷൻ അറിയണമെങ്കിൽ ഇവിടെ ഈ ബോൾ വന്ന് സാൻഡിൽ വന്ന് വീഴുന്ന സമയത്തുള്ള അതിൻ്റെ വെലോസിറ്റി എത്രയാണെന്ന് കിട്ടണം. 5 മീറ്റർ ഉയരത്തിൽ നിന്നാണ് വീഴുന്നത്. 5 മീറ്റർ ഉയരത്തിൽ നിന്ന് വീഴുമ്പോൾ ഫൈനൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു √2gh. 2gക്ക് 10 എടുക്കാം, h 5. അപ്പോൾ v ഈസ് ഈക്വൽ ടു √2 × 5 10 × 10 100. അപ്പോൾ v ഈസ് ഈക്വൽ ടു 10 കിട്ടും. അപ്പോൾ ഇവിടുത്തെ വെലോസിറ്റി 10 ആണ്, ഫൈനൽ വെലോസിറ്റി 0 ആണ്. ഇത് ആക്ച്വലി സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് അല്ലേ? റിട്ടാർഡേഷനോട് കൂടി അത് വീഴുമ്പോഴുള്ള സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് അല്ലേ? അത് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഇസ് 1 മീറ്റർ. ദാറ്റ് ഈസ് ഈക്വൽ ടു u²/2a. റിട്ടാർഡേഷനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് u² 100 / 2. 1 അല്ലേ ഇത് ആക്ച്വലി 1 അല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 50 m/s². ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഗോട്ട് ഇറ്റ്? അടിയിട്ടോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടിപ്പിക്കൽ ചോദ്യമാണ്, പലപ്പോഴായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് വളരെ സിമ്പിളായിട്ട് ഗലീലിയോ ലോ ഓഫ് ഓഡ് നമ്പർ വെച്ച് നമുക്ക് സോൾവ് ചെയ്യാം.
The water drop falls regular interval from a tap of 5 meter above the ground. 5 മീറ്റർ ഗ്രൗണ്ടിൽ നിന്ന് 5 മീറ്റർ മുകളിൽ ഒരു പൈപ്പ് ഉണ്ട്. ഇതൊരു പൈപ്പാട്ടോ ഞാൻ വരയ്ക്കുന്നത്. ഇത് വരച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിക്കരുതേ. അതിൽ നിന്ന് ഇങ്ങനെ വാട്ടർ ഡ്രോപ്ലെറ്റ് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. The third drop is leaving the tap at the instant when the first drop touches the ground. ഫസ്റ്റ് ഡ്രോപ്പ് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് തേർഡ് ഡ്രോപ്പാണ് ഫോൾ ചെയ്യുന്നത്. അപ്പോൾ അതാ നോക്കുക, നമ്മൾ അതിൻ്റെ ഡയഗ്രാം സിമെട്രിക് ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഡ്രോപ്പ് ഇങ്ങനെ താഴേക്ക് വീഴുന്നു. അപ്പോൾ ഒരു സെക്കൻഡ് ഡ്രോപ്പിലിട്ട് അവിടെ നിന്ന് വീഴുന്നു. അപ്പോൾ ഒരു ടി ടൈം എടുത്ത് ടി ടൈം. പിന്നെ ഈ ഡ്രോപ്പ് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ അങ്ങനെ അങ്ങനെ പോയി ഈ ഡ്രോപ്പ് ഇവിടേക്ക് എത്തി. അപ്പോൾ ഈ ഡ്രോപ്പ് താഴേക്ക് വീഴും. ഇത് ടി ടൈം. അപ്പോൾ ഈ ഓരോ റെഗുലർ ടൈം ഇൻ്റർവെല്ലിലും ബോൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ ആദ്യത്തെ ടി ടൈമിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എക്സ് ആണെങ്കിൽ അടുത്ത ടി ടൈമിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്തായിരിക്കും? 3x ആണ്. ഇത് നോക്ക്, ഈ ആദ്യത്തെ ഡ്രോപ്ലെറ്റ് ഇല്ലേ, ആദ്യത്തെ ഡ്രോപ്ലെറ്റ് ഫസ്റ്റ് ടി ടൈമിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണത്. അടുത്ത ടി ടൈമിലാണ് ഈ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നത്. ശരിയല്ലേ? ഇപ്പോൾ നോക്ക്, ഒരു ഡ്രോപ്ലെറ്റ് ഇങ്ങനെ വീഴാണ്. ഇതിങ്ങനെ ടി ടൈം റെഗുലർ ഇൻ്റർവെല്ലിലല്ലേ ആ ഡ്രോപ്പുകൾ വീഴുന്നത്. അപ്പോൾ ടി ടൈമായി. അപ്പോൾ അടുത്ത ഡ്രോപ്ലെറ്റ് വീഴുന്നു. അപ്പോൾ ഇത് പിന്നെ ഈ ഡ്രോപ്ലെറ്റ് ഇങ്ങനെ താഴേക്ക് പോകുന്നു. അപ്പോൾ അടുത്ത ടി ടൈം മൂന്നാമത്തെ ഡ്രോപ്ലെറ്റ് വീഴുന്നു. അപ്പോൾ ആദ്യത്തെ ടി ടൈമിലാണ് എക്സ് ഡിസ്റ്റൻസ് എങ്കിൽ അടുത്ത ടി ടൈമിൽ 3x ആണ് ഡിസ്റ്റൻസ് വരിക. അപ്പോൾ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര? 3x. അതെന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ എക്സ് ഈക്വൽ എത്ര വരിക? 5/3. നമുക്ക് വേണ്ടത് എന്താ അറിയോ? ഹൗ ഫാർ എബോവ് ദ ഗ്രൗണ്ട് ഈസ് ദ സെക്കൻഡ് ഡ്രോപ്പ് അറ്റ് ദാറ്റ് ഇൻസ്റ്റൻറ്റ്. സെക്കൻഡ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് ഗ്രൗണ്ടിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മുകളിലാണ്? 3x ഡിസ്റ്റൻസ് മുകളിലാണ്. അപ്പോൾ നമുക്ക് വേണ്ട ഹൈറ്റ് എന്ന് പറയുന്നത് 3x ആണ്. 3x എന്ന് പറഞ്ഞാൽ എത്ര? 5/3. സോറി, ഇവിടെ 3x is equal to 3x അല്ലല്ലോ 4x അല്ലേ? ഐ എം സോറി. ഇവിടെ ചെറിയൊരു പ്രശ്നം വന്നു. ഇത് 3xും ഇത് എക്സും. ഓക്കെ. അപ്പോൾ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്ന 5 മീറ്റർ എന്ന് പറയുന്നത് 4x ആണ്. അപ്പോൾ എക്സ് is equal to 5/4 ആണ്. ഇനി നമുക്ക് വേണ്ട ഹൈറ്റ് h എന്ന് പറഞ്ഞാൽ 3x ആണ്. അപ്പോൾ 3 into x. സോ h is equal to 3 into 5/4. ദാറ്റ് ഇസ് 15/4. 15/4 എന്ന് പറഞ്ഞാൽ 3.75. ദാറ്റ് ഇസ് ഓപ്ഷൻ എ ഇസ് റൈറ്റ് ആൻസർ. 4x. Yes, 4x. You got it? ക്ലിയർ അല്ലേ മക്കളെ? റെഡി അല്ലടാ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ ബലൂൺ ക്യാരിങ് എ സ്റ്റോൺ മൂവ് വിത്ത് യൂണിഫോം സ്പീഡ് 5 meter per second വെർട്ടിക്കലി അപ്വേർഡ്. ഒരു ബലൂൺ ഉണ്ട്, പാരച്യൂട്ടൊക്കെ പോലത്തെ ഒരു സാധനം. ആ ബലൂണിൽ ഒരു സ്റ്റോൺ ഉണ്ട്. ആ സ്റ്റോണേയും വലിച്ചിട്ട് ബലൂൺ ഇങ്ങനെ മുകളിലേക്ക് പോവാണ്. പോകുന്ന സ്പീഡ് 5 meter per second. അപ്പോൾ ബലൂണിലുള്ള സ്റ്റോൺ ഇസ് മൂവിങ് അപ്വേർഡ് വിത്ത് 5 meter per second. At some instant, stone is dropped from the balloon, strikes the ground after 10 seconds. അപ്പോൾ അവിടുന്ന് സ്റ്റോൺ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇനീഷ്യൽ വെലോസിറ്റി മുകളിലേക്കുള്ളതുകൊണ്ട് ആ വെലോസിറ്റി തീരുന്നവരെ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ മുകളിലേക്ക് പോകുന്ന ഒരു ബലൂൺ എന്നാണ് ഒരു കല്ല് ഡ്രോപ്പ് ചെയ്യുന്നത്. ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0 അല്ല. റെസ്റ്റ് പ്ലാറ്റ്ഫോമിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുമ്പോഴാണ് ഇനീഷ്യൽ വെലോസിറ്റി 0 ആവുക. മൂവിങ് പ്ലാറ്റ്ഫോമിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുമ്പോൾ അത് മൂവിങ് പ്ലാറ്റ്ഫോം വിത്ത് റെസ്പെക്ട് ടു മൂവിങ് പ്ലാറ്റ്ഫോം എന്നാണ് നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നത്. ആക്ച്വലി ആ പ്ലാറ്റ്ഫോം മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ വെലോസിറ്റി ആർക്കും ഉണ്ടാവും, ആ കല്ലിനും ഉണ്ടാവും. അപ്പോൾ ആ മുകളിലേക്ക് പോകുന്ന ആ ഒരു ബലൂണിൽ നിന്ന് ഒരു സാധനത്തിനെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ബലൂണിന് എന്ത് വെലോസിറ്റി ഉണ്ടോ അത് ആ സ്റ്റോണിനും ഉണ്ടാവും. അത് മുകളിലേക്കാണ്, അത് 5 ആണ്. ആ 5 തീരുന്നവരെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 5 ഇല്ല. കാരണം ആ പ്ലാറ്റ്ഫോമിൽ നിൽക്കവെയാണ് അതിന് 5 meter per second അപ്പോൾ ഡയറക്ഷനിൽ വെലോസിറ്റി ഉള്ളത്. നമ്മൾ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്ലാറ്റ്ഫോമിൽ ഡിറ്റാച്ച്ഡ് ആയി. അപ്പോൾ അതിന് 5 ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്. ആക്സലറേഷൻ പിടിച്ച് താഴേക്ക് വലിക്കുന്നതുകൊണ്ട് ആ 5 വെലോസിറ്റി തീരുന്നവരെ മുകളിലേക്ക് പോകും, പിന്നെ പിടിച്ച് താഴേക്ക് വീഴും. അപ്പോൾ ആക്ച്വലി അതിൻ്റെ ട്രജക്ടറി ഉണ്ടാവുക അല്പം മുകളിലേക്ക് പോയിട്ട് പിന്നെ താഴേക്ക് ഉണ്ടാവുക, ലൈക്ക് ദിസ്. ഗോട്ട് ഇറ്റ്? പക്ഷേ നിങ്ങൾ അതിന് പ്രത്യേക സമയമൊന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട. അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇതാ ഇത്രയാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ നേരെ h = ut + ½ at² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ആ ഇക്വേഷൻ്റെ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഗ്രൗണ്ടിലേക്ക് വീഴാൻ 10 സെക്കൻഡ് സമയം എടുത്തു. ദ ഹൈറ്റ് ഓഫ് ദ സ്റ്റോൺ വിച്ച് ഇസ് ഡ്രോപ്ഡ്. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ സ്റ്റോൺ, അപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കാരണം അതാ ഇവിടുന്ന് ഇത് ഇങ്ങനെ പോയി താഴെ വീണാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇത് തന്നെയല്ലേ, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്, അത് അതിൻ്റെ ഹൈറ്റ് അല്ലേ. സോ ദാറ്റ് ഇസ് h is equal to
ut ഇനീഷ്യൽ വെലോസിറ്റി, മുകളിലേക്കുള്ളത് മൈനസ് എടുക്കാം, താഴേക്കുള്ളത് പ്ലസ് എടുക്കാം. ഡിസ്പ്ലേസ്മെൻറ്റ് താഴേക്കാണ് അത് പ്ലസ് എടുത്തു, ഇനീഷ്യൽ വെലോസിറ്റി മുകളിലേക്കാണ് അത് -5 എടുത്തു, ഇൻറ്റു ടി എത്ര സെക്കൻഡ് കൊണ്ടാണ്? 10 സെക്കൻഡ് കൊണ്ട്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി താഴേക്കാണ്, +12 g10 എടുക്കാം, t² is 100. സോ h is equal to -50 + 10 ഉം 5 കട്ട് ചെയ്താൽ 500. That is -450 meter. That is the height. Option C is the right answer. Is it clear? Okay, so നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. റിലേറ്റീവ് വെലോസിറ്റി ബേസ് വെലോസിറ്റി ആണ്. എ ബസ് ഈസ് മൂവിങ് with a velocity 10 meter per second on a straight road. A scooter is wished to overtake the bus in 1 minute. ഒരു ബസ് ഇങ്ങനെ പോകുന്നുണ്ട്, സൈലം ബസ് ആണെന്ന് വിചാരിച്ചോ. സൈലം ബസ് നമ്മളെ കുട്ടികളെ വെച്ച് ഇങ്ങനെ പോവാണ്. അപ്പോൾ ഒരു സ്കൂട്ടറിസ്റ്റിന് ആ ബസ്സിന് ഓവർടേക്ക് ചെയ്യണം. ഞാനിപ്പോൾ വരയ്ക്കുന്നത് സ്കൂട്ടറാണ് കേട്ടോ. ഐ മീൻ ദിസ് ഇസ് എ സ്കൂട്ടർ. ഓക്കെ, സോറി, ദിസ് ഇസ് എ സ്കൂട്ടർ. എന്താണെന്ന് ചോദിക്കരുത് കേട്ടോ, വേറെന്തോ സാധനം പോലെ എനിക്ക് തോന്നുന്നുണ്ടാവും. അതൊരു സ്കൂട്ടറാണ്. സ്കൂട്ടർ, ഒരു ഫിസിക്സുകാരൻ ഒരു പോയിന്റ് ഇട്ടിട്ട് സ്കൂട്ടർ എന്ന് പറഞ്ഞാൽ അത് സ്കൂട്ടറാണ്. അല്ലാതെ അതിൽ വേറെ പ്രത്യേകിച്ച് ഡ്രോയിങ്ങിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നോക്ക്, സ്കൂട്ടർ, ഈ സ്കൂട്ടർ വിഷ് ടു ഓവർടേക്ക് ദ ബസ് ഇൻ 1 minute. ബസ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 1.2 kilometer അഹെഡ്. ബസ് ദാ ഇത്രയും ഡിസ്റ്റൻസ് മുന്നിലാണ്. എത്ര ഡിസ്റ്റൻസ്? 1.2 kilometer. 1.2 kilometer. 1.2 kilometer നമുക്ക് മീറ്ററിലേക്ക് മാറ്റി ചെയ്താൽ 1200 മീറ്റർ വരും, ശരിയല്ലേ? 1200 മീറ്റർ. എത്ര സമയം കൊണ്ടാണ്? 1 minute കൊണ്ട്. 1 minute പറഞ്ഞാൽ അവൈലബിൾ ആയ സമയം 60 സെക്കൻഡ്. ഓക്കെ, ഇവിടെ ബസ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നുണ്ട് വിത്ത് വെലോസിറ്റി വി അല്ല, അത് 10 ആണ് അല്ലേ? 10. സ്കൂട്ടറിസ്റ്റ് ബസ്സിന് ഓവർടേക്ക് ചെയ്യുന്ന വെലോസിറ്റി v. പക്ഷേ നമ്മളിവിടെ റിലേറ്റീവ് വെലോസിറ്റി യൂസ് ചെയ്യണം, കാരണം രണ്ടും ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യണം. ബസ്സിനെ ഓവർടേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് വെലോസിറ്റി വെച്ചിട്ടാണ് നമ്മൾ ബസ്സിനെ ഓവർടേക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സ്കൂട്ടർ എടുക്കുക. റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സ്കൂട്ടർ ഈസ് ഈക്വൽ ടു റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ ബോഡി വിത്ത് റെസ്പെക്ട് ടു അനദർ ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ബോഡി മൈനസ് വെലോസിറ്റി ഓഫ് ബസ്. ഓക്കെ, ഇനി എത്ര സമയം കൊണ്ട് ആ ബസ്സിനെ ഓവർടേക്ക് ചെയ്യണം? 60 സെക്കൻഡ് കൊണ്ട്. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. സോ ടൈം 60 ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് 1200 ഡിവൈഡ് ബൈ വെലോസിറ്റി v minus 10. അപ്പോൾ ഈ സീറോയും കട്ട് ചെയ്തു. അപ്പോൾ v minus 10 is equal to 6ഉം 12ഉം കട്ട് ചെയ്താൽ നമുക്ക് 20 കിട്ടും. സോ v is equal to 20 plus 10, that is v is equal to 30 meter per second. സോ സ്കൂട്ടറിസ്റ്റ് ഓവർടേക്ക് ചെയ്യണമെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് 1 കിലോമീറ്റർ 1.2 കിലോമീറ്റർ അകലെയുള്ള ബസ്സിനെ 1 മിനിറ്റ് കൊണ്ട് ഓവർടേക്ക് ചെയ്യണമെങ്കിൽ 10 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ പോകുന്ന ബസ്സാണ് കേട്ടോ. 1 മിനിറ്റ് കൊണ്ട് ഓവർടേക്ക് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ട്രാവൽ വിത്ത് എ സ്പീഡ് ഓഫ് 30 മീറ്റർ പെർ സെക്കൻഡ്. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണോ? ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. സോ ദാറ്റ് ഇസ് ദ എൻഡ് ഓഫ് ദ ക്ലാസ്, ദ സെഷൻ. 1 ഡയമെൻഷനിൽ എല്ലാ ഏരിയയും ടച്ച് ചെയ്യുന്ന, എല്ലാ കോൺസെപ്റ്റും പഠിക്കാൻ പറ്റിയ, എല്ലാ കോൺസെപ്റ്റും റിവൈസ് ചെയ്യാൻ പറ്റിയ ഒരു ഓൾമോസ്റ്റ് 20ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. നന്നായിട്ട് ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും പെർട്ടിക്കുലർ ടോപ്പിക്ക് നിങ്ങൾക്ക് കൺസേൺ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും, ഞാൻ എടുക്കാം. ഒരു 2 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ജോയൽ, താങ്ക് യു സോ മച്ച്. സോ നന്നായിട്ട് പഠിക്കുക. ഇനിയും നമുക്ക് സമയമുണ്ട്, ഇനിയും നമ്മുടെ കയ്യിലാണ് കാര്യങ്ങളൊക്കെ. വളരെ കൂളായിട്ട്, വളരെ ഈസി ആയിട്ട്, സ്ട്രോങ് ആയിട്ട് സെക്കൻഡ് ഫേസിൽ നല്ലൊരു പെർസെൻറ്റേജിലേക്ക് 99ൻ്റെ മുകളിലേക്ക് തന്നെ സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും. അതിനുള്ള എല്ലാ പിന്തുണയും സൈലം തരും. നിങ്ങളുടെ എക്സാം ഹാളിലേക്ക് കയറ്റി വിടുന്നവരെ എൻറ്റയർ സൈലം ടീം നിങ്ങളോടൊപ്പമുണ്ട്. ഈ യൂട്യൂബ് പ്രോഗ്രാമിൽ 50 days ക്രാഷ് വൺ ഓഫ് ദ പ്രോഗ്രാമാണ്. മെൻഡിവാർ വരുന്നുണ്ട്, 100 ക്വസ്റ്റ്യൻ സീരീസ് വരുന്നുണ്ട്, 1 ഷോട്ട് സീരീസ് വരുന്നുണ്ട്, GIBകൾ വരുന്നുണ്ട്, കമ്പ്യൂട്ടർ ബേസ്ഡ് GIBകൾ. ഇതൊന്നുമല്ലാത്ത നിങ്ങളോട് അനൗൺസ് ചെയ്യാത്ത കുറച്ച് സ്പെഷ്യൽ പ്രോഗ്രാമും കൂടെ ഇവിടെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. സോ വെയിറ്റ് ഫോർ ദാറ്റ്. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. ബൈ. ഗുഡ് നൈറ്റ്.